അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരന്മാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു വിഷയം, അത് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും സ്പർശിക്കുന്ന ഒരു സത്യമാണ്. സങ്കൽപ്പിക്കൂ, നിങ്ങളുടെ വീട്ടിൽ ഒരു വലിയ സദ്യ സംഘടിപ്പിക്കുകയാണ്. മേശമേൽ വിഭവങ്ങളുടെ നിര, സുഗന്ധം വായുവിൽ പരക്കുന്നു. പക്ഷേ ആരെയെല്ലാം വിളിക്കും? സമ്പന്നരെ മാത്രമോ? വലിയ കാറുകളിൽ വരുന്നവരെ മാത്രമോ? അതോ തെരുവിൽ നിൽക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യനെയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ദരിദ്രരെ തള്ളി നിർത്തി ധനികരെ മാത്രം വിളിക്കുന്ന സദ്യയാണ് ഏറ്റവും മോശപ്പെട്ടത്. ഈ വാക്കുകൾ കേട്ടപ്പോൾ നിങ്ങൾക്കെന്തു തോന്നി? ഒരുപക്ഷേ അല്പം ആശ്ചര്യം, ഒരുപക്ഷേ അസ്വസ്ഥത. പക്ഷേ ഈ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന സത്യം മനസ്സിലാക്കാൻ നമുക്കൊരു യാത്ര പോകണം. ഒരു യാത്ര സമയത്തിനും സ്ഥലത്തിനും അതീതമായ. മദീനയിലെ ഒരു ചൂടുള്ള ഉച്ചയാണ്. സൂര്യൻ ആകാശത്ത് ഉയർന്നു നിൽക്കുന്നു. തെരുവുകളിൽ ആളുകളുടെ തിരക്ക് കുറഞ്ഞുവരുന്നു. നബിയുടെ മസ്ജിദിന്റെ തണലിൽ ചില സഹാബികളിരിക്കുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നു, ചിരിക്കുന്നു. എന്നാൽ ഒരു മൂലയിൽ ഒരാൾ ഒറ്റയ്ക്കിരിക്കുന്നു. അയാളുടെ വസ്ത്രങ്ങൾ പഴകിയവയാണ്, കീറിയവയാണ്. മുഖത്ത് വിശപ്പിന്റെയും ക്ഷീണത്തിന്റെയും അടയാളങ്ങൾ. ഈ സമരത്ത് മദീനയിലെ ഒരു സമ്പന്നനായ വ്യാപാരി തന്റെ വലിയ വീട്ടിൽ ഒരു വലീമ സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അയാൾ തന്റെ സേവകരോട് പറയുന്നു, നഗരത്തിലെ എല്ലാ പ്രമുഖരെയും വിളിക്കുക. വലിയ വ്യാപാരികളെ, ഗോത്രതലവന്മാരെ, സ്വാധീനശക്തിയുള്ളവരെ, എല്ലാവരെയും വിളിക്കുക. സേവകർ നഗരത്തിലുടനീളം പോയി ക്ഷണങ്ങൾ നൽകി. പക്ഷേ മസ്ജിദിന്റെ മൂലയിലിരിക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യന്റെ അടുത്തേക്ക് ആരും വന്നില്ല. തെരുവിലെ ദരിദ്രരുടെ അടുത്തേക്ക് ആരും പോയില്ല. വലീമയുടെ ദിവസം വന്നു. വലിയ വീട് നിറഞ്ഞു. സമ്പന്നരായ അതിഥികൾ അവരുടെ നല്ല വസ്ത്രങ്ങളിൽ വന്നു. സംഭാഷണങ്ങൾ, ചിരി, സുഗന്ധം, എല്ലാം മനോഹരം. പക്ഷേ ഈ വിരുന്നിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ അവിടുത്തെ മുഖത്ത് വേദനയുടെ ഒരു നിഴൽ. അവിടുന്ന് പറഞ്ഞു, ശർറു ത്വാമി ത്വാമുൽ വലീമത്തി യുദ്ആ ലഹൽ അഗ്നിയാഉ വയുത്രകുൽ ഫുഖറാഉ. ഏറ്റവും മോശപ്പെട്ട ഭക്ഷണം ആ വലീമയുടെ ഭക്ഷണമാണ്. അതിലേക്ക് സമ്പന്നരെ വിളിക്കുകയും ദരിദ്രരെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വാക്കുകളുടെ ഭാരം അനുഭവപ്പെടുന്നുണ്ടോ? ഏറ്റവും മോശപ്പെട്ടത് എന്ന് നബി പറഞ്ഞു. ഒരു സാധാരണ പ്രശ്നമല്ല, ഒരു ചെറിയ തെറ്റല്ല. ഏറ്റവും മോശപ്പെട്ട ഭക്ഷണം. എന്തുകൊണ്ട്? ഭക്ഷണം കേടായതുകൊണ്ടോ? അല്ല. വിഭവങ്ങൾ രുചികരമല്ലാത്തതുകൊണ്ടോ? അല്ല. മറിച്ച് നിയ്യത്ത് കേടായതുകൊണ്ട്, ഹൃദയം കേടായതുകൊണ്ട്, അഹങ്കാരത്താൽ മലിനമായതുകൊണ്ട്. സഹോദരന്മാരെ, ഈ ഹദീസ് വെറും ഭക്ഷണത്തെക്കുറിച്ചല്ല. ഇത് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ്, നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ്, നമ്മുടെ ഇസ്ലാമിന്റെ മൗലികതയെക്കുറിച്ചാണ്. ഒരു നിമിഷം സങ്കൽപ്പിക്കൂ, നിങ്ങൾ ഈ വലീമയിലെ ആ പാവപ്പെട്ട മനുഷ്യനാണ്. നിങ്ങൾ തെരുവിൽ നിൽക്കുന്നു. വലിയ വീട്ടിലെ ലൈറ്റുകൾ കാണുന്നു. ചിരിയും സംഭാഷണങ്ങളും കേൾക്കുന്നു. ഭക്ഷണത്തിന്റെ സുഗന്ധം നിങ്ങളുടെ വിശന്ന വയറിനെ ഉലയ്ക്കുന്നു. പക്ഷെ നിങ്ങൾക്കവിടെ പോകാൻ കഴിയില്ല. നിങ്ങളെ വിളിച്ചിട്ടില്ല. കാരണം നിങ്ങളുടെ വസ്ത്രങ്ങൾ മോശമാണ്, നിങ്ങളുടെ സാമൂഹിക നില താഴ്ന്നതാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തു തോന്നും? വേദന, അപമാനം, ഒറ്റപ്പെടൽ. അതെ, ഇതെല്ലാം. പക്ഷെ ഇതിലും വലിയൊരു വേദന. നിങ്ങളൊരു മുസ്ലിമാണ്. നിങ്ങളുടെ സഹോദരങ്ങളാണ് അവിടെ ആഘോഷിക്കുന്നത്. പക്ഷേ അവർ നിങ്ങളെ മറന്നുപോയി. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ. വിശ്വാസികൾ സഹോദരങ്ങളാണ്. സഹോദരങ്ങൾ, ഈ വാക്കിന്റെ അർത്ഥം ചിന്തിക്കൂ. ഒരേ രക്തത്തിലെ സഹോദരങ്ങൾ എങ്ങനെയാണ് പരസ്പരം പെരുമാറുന്നത്? ഒരാൾക്ക് ഭക്ഷണമുണ്ടെങ്കിൽ, മറ്റൊരാൾ വിശക്കുന്നുണ്ടെങ്കിൽ അവർ പങ്കിടില്ലേ? ഒരാൾ സന്തോഷിക്കുമ്പോൾ മറ്റൊരാളെ മറന്നുപോകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാക്കുകൾക്ക് പിന്നിലെ ആഴം മനസ്സിലാക്കാൻ നമുക്ക് ഖുർആനിലേക്ക് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഊനിൽ പറയുന്നു, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദുഉൽ യതീം വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ. മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടോ? അവനാണ് അനാഥയെ തള്ളിക്കളയുന്നവൻ, ദരിദ്രന് ഭക്ഷണം നൽകാൻ പ്രോത്സാഹിപ്പിക്കാത്തവൻ. ശ്രദ്ധിക്കൂ, അല്ലാഹു ഇവിടെ എന്താണ് ബന്ധിപ്പിക്കുന്നത്? മതത്തെ നിഷേധിക്കുന്നതും ദരിദ്രനെ തള്ളിക്കളയുന്നതും തമ്മിൽ നേരിട്ടുള്ള ബന്ധം. നിങ്ങൾ പറയും, ഞാൻ മതത്തെ നിഷേധിക്കുന്നില്ലെന്ന്. ഞാൻ നമസ്കരിക്കുന്നു, റോസ വെക്കുന്നു, ഖുർആൻ വായിക്കുന്നു. എന്നാൽ പാവപ്പെട്ടവരെ നിങ്ങളുടെ സദ്യയിൽ നിന്ന് തള്ളി നിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഇബാദത്തിൽ എന്തെങ്കിലും കുറവുണ്ട്.
നിങ്ങളുടെ ഈമാനിൽ എവിടെയോ ഒരു വിള്ളൽ. നമുക്ക് മറ്റൊരു കഥയിലേക്ക് പോകാം. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കഥ. ഖുർആനിൽ അല്ലാഹു പറയുന്നു സൂറത്തുദ്ദാരിയാത്തിൽ, ഹൽ അതാക ഹദീസു ദൈഫി ഇബ്രാഹീമൽ മുക്രമീൻ ഇദ് ദഖലൂ അലൈഹി ഫഖാലൂ സലാമൻ ഖാല സലാമുൻ ഖൗമും മുൻകറൂൻ ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിഇജ്ലിൻ സമീൻ ഫഖറബഹു ഇലൈഹിം ഖാല അലാ തഅകുലൂൻ. ഇബ്രാഹീമിന്റെ ബഹുമാന്യരായ അതിഥികളുടെ വാർത്ത നിനക്കെത്തിയിട്ടുണ്ടോ? അവർ അദ്ദേഹത്തിന്റെ അടുത്തെത്തി സലാം പറഞ്ഞപ്പോൾ അദ്ദേഹവും സലാം പറഞ്ഞു. അപരിചിതരായ ആളുകളെന്ന് കരുതി. ഉടനെ അദ്ദേഹം കുടുംബത്തിന്റെ അടുത്തേക്ക് പോയി തടിച്ച ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ വെച്ചു. നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. ഈ കഥയിൽ നിരവധി പാഠങ്ങളുണ്ട്. ആദ്യം ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ അതിഥികൾ ആരാണെന്നറിഞ്ഞില്ല. അവർ മാലാഖമാരായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അപരിചിതർ, ഒരുപക്ഷേ ദരിദ്രരായ സഞ്ചാരികൾ എന്ന് കരുതി. പക്ഷെ അദ്ദേഹം എന്തു ചെയ്തു? ഫറാഗ, അദ്ദേഹം വേഗം പോയി, കാത്തുനിന്നില്ല, ചോദിച്ചില്ല നിങ്ങൾ ആരാണെന്ന്, എന്താണ് നിങ്ങളുടെ സാമൂഹിക നിലയെന്ന്. വേഗം പോയി തടിച്ച ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്നു, ഏറ്റവും മികച്ചത്. ഇതല്ലേ ആതിഥേയത്വം? ഇതല്ലേ ഇസ്ലാമിക അഖ്ലാത്ത്? അതിഥിയുടെ സ്ഥാനം അന്വേഷിക്കാതെ, അവന്റെ സമ്പത്തളക്കാതെ അവന് ഏറ്റവും മികച്ചത് നൽകുക. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു നബിയായിരുന്നു, അല്ലാഹുവിന്റെ ഖലീലായിരുന്നു, സ്നേഹിതനായിരുന്നു. അദ്ദേഹത്തിന്റെ മാതൃക നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലേക്ക് വരാം. ഒരു വലിയ വിവാഹം നടക്കുന്നു. ഹാളുകൾ ബുക്ക് ചെയ്തു, അലങ്കാരങ്ങൾ ചെയ്തു, വിഭവങ്ങൾ തയ്യാറാക്കി, ക്ഷണക്കാർഡുകൾ അച്ചടിച്ചു, മികച്ച പേപ്പറിൽ, സുന്ദരമായ അക്ഷരങ്ങളിൽ. ആർക്കൊക്കെ അയക്കും? ഓഫീസിലെ ബോസിന്, സ്വാധീനമുള്ള ബന്ധുക്കൾക്ക്, സമ്പന്നരായ സുഹൃത്തുക്കൾക്ക്. പക്ഷേ ഓഫീസിലെ ആ പാവപ്പെട്ട ചാപ്രാശി, വീട്ടുജോലിക്കാരൻ, തെരുവിലെ അയൽക്കാരൻ, അവരെ മറന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു. അല്ലാഹുവിലും ആഖിറദിനത്തിലും വിശ്വസിക്കുന്നവൻ തന്റെ അതിഥിയെ ബഹുമാനിക്കട്ടെ. അതിഥിയെ ബഹുമാനിക്കുക എന്നതിനർത്ഥം ഏതെല്ലാം അതിഥികളെ? സമ്പന്നരെ മാത്രമോ? അല്ല, എല്ലാവരെയും. സഹോദരീ സഹോദരന്മാരെ, ഇവിടെ ഒരു സൂക്ഷ്മമായ അഹങ്കാരം നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നു. നാം ചിന്തിക്കുന്നു, സമ്പന്നരെ ക്ഷണിച്ചാൽ അവർ വീണ്ടും നമ്മെ ക്ഷണിക്കും, അവരുടെ ബന്ധം നമുക്ക് ഉപകാരപ്രദമാകും, നമ്മുടെ സാമൂഹിക നില ഉയരും. പക്ഷേ പാവപ്പെട്ടവരെ ക്ഷണിച്ചാലോ? അവർക്ക് നമുക്ക് എന്തു തിരികെ തരാൻ കഴിയും? ഇത് കൃത്യമായി ആ ചിന്താഗതിയാണ് ഇസ്ലാം തകർക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് ശ്രദ്ധിക്കൂ. ഇദാ ദുഇയ അഹദുക്കും ഇലാ വലീമത്തിൻ ഫൽയുജിബ്. നിങ്ങളിൽ ഒരാളെ വലീമയ്ക്ക് ക്ഷണിച്ചാൽ അവൻ സ്വീകരിക്കട്ടെ. പക്ഷേ മറ്റൊരു റിവായത്തിൽ നബി കൂട്ടിച്ചേർത്തു, ക്ഷണിച്ചത് ധനികനോ ദരിദ്രനോ ആകട്ടെ. സഹോദരീ സഹോദരന്മാരെ, ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഒരു സദ്യയുടെ വാതിൽക്കൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഉള്ളിൽ നിന്നു വരുന്ന ഭക്ഷണത്തിന്റെ സുഗന്ധം അവന്റെ മനസ്സിനെ തളർത്തുന്നു. പക്ഷെ അവനെ ആരും വിളിക്കുന്നില്ല. അവൻ ആഗ്രഹിക്കുന്നത് വലിയ വിഭവങ്ങളല്ല, ഒരു മനുഷ്യനായി അംഗീകരിക്കപ്പെടലാണ്. ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ് എന്നൊരു ചിരി, ഒരു കൈപിടിത്തം, വരൂ ഇരിക്കൂ എന്നൊരു വാക്ക്, അതാണ് അവൻ തേടുന്നത്. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളുടെ തീ പോലുള്ള കഠിനത. ദരിദ്രരെ തഴഞ്ഞ് ധനികർ മാത്രം വിളിക്കുന്ന സദ്യയാണ് ഏറ്റവും മോശപ്പെട്ടതെന്ന അർത്ഥം വരുന്ന ഹദീസ് നമ്മെ വിറയിപ്പിക്കണം. കാരണം അതൊരു ഭക്ഷണ വിമർശനമല്ല, ഒരു മനോഭാവത്തിന്റെ വിമർശനമാണ്. ചിലപ്പോൾ നമ്മൾ സദ്യകൾ നടത്തുന്നത് അല്ലാഹുവിനു വേണ്ടി എന്ന പേരിലായിരിക്കും. പക്ഷേ ഉള്ളിലൊരു ശബ്ദം പുഞ്ചിരിക്കും, ഇതാളുകൾ കാണട്ടെ, എന്റെ ബന്ധം വളരട്ടെ, എന്റെ പേരുയരട്ടെ. അങ്ങനെയായാൽ ആ മേശയിൽ തൂവെള്ള പായ് വിരിച്ചാലും അതിന്റെ മുകളിൽ അഹങ്കാരത്തിന്റെ ഇരുട്ടു വീഴുന്നുണ്ട്. മദീനയിലെ ഒരു രാത്രി ഓർമ്മ വരുന്നു. മസ്ജിദിന്റെ പരിസരത്ത് അഹ്ലുസ് സുഫ എന്നറിയപ്പെട്ട ഒരു കൂട്ടം പാവപ്പെട്ട സഹാബികൾ. വീടില്ല, സമ്പത്തില്ല, പലപ്പോഴും പൂർണ്ണമായി ഭക്ഷണം ലഭിക്കില്ല. എന്നാൽ അവരുടെ നെഞ്ചിൽ ഒരു സമ്പത്തുണ്ടായിരുന്നു, ഈമാൻ. അവർ നബിയുടെ അടുക്കൽ ഇരുന്നു പഠിച്ചു, കേട്ടു, ജീവിച്ചു. ഒരു ദിവസം വിശപ്പിന്റെ കഠിനത കൊണ്ട് ഒരാൾ മസ്ജിദിന്റെ തണലിൽ തലകുനിച്ചിരിക്കുന്നു. അവന്റെ മുഖത്ത് എനിക്ക് ഭക്ഷണം വേണം എന്ന വാക്കുകളില്ല, പക്ഷേ കണ്ണുകളിൽ അത് മുഴുവൻ എഴുതിയിരിക്കുന്നു. അങ്ങനെ ഒരു പാവപ്പെട്ട സഹാബി നബിയുടെ അടുക്കൽ വന്നു. നബി അവിടുന്ന് അവനെ നോക്കി. അവിടുന്ന് തന്റെ വീട്ടിലേക്ക് അയച്ചു. എന്റെ വീട്ടിൽ എന്തെങ്കിലുമുണ്ടോ? അവിടുന്നത്തെ വീട്ടിൽ ഒരു ദിവസം മുഴുവൻ മതിയാവുന്ന സംഭരണമല്ല, പലപ്പോഴും വീട്ടിലൊന്നുമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പാവത്തെ തിരിച്ചയക്കില്ല. വീട്ടിലൊന്നുമില്ലെങ്കിൽ പോലും മറ്റൊരു സഹാബിയുടെ വീട്ടിലേക്ക് അയക്കും, അല്ലെങ്കിൽ താൻ കിട്ടുന്ന കുറച്ചെങ്കിലും പങ്കിടും. ആ പങ്കിടൽ
അതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. ഇപ്പോൾ ഇതേ ദൃശ്യത്തെ ഇന്നത്തെ ലോകത്തോട് ചേർത്തു നോക്കൂ. ഒരു വലിയ ഫംഗ്ഷൻ ഹാളിന്റെ പുറത്ത് പാർക്കിംഗ് ഏരിയയിൽ ജോലി കഴിഞ്ഞ് നേരെ വന്ന ഒരു ഡ്രൈവർ നിൽക്കുന്നു. അവൻ ആ വിവാഹത്തിൽ ജോലി ചെയ്യാൻ വന്നതാണ്. അവൻ ഉള്ളിൽ കയറാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല. അവൻ സ്റ്റാഫാണ്. ഹാളിനകത്ത് ഭക്ഷണം കൂറ്റൻ പ്ലേറ്റുകളിൽ മിച്ചം വരുന്നു. മിച്ചം വരുന്ന ഭക്ഷണം കളയാൻ ഒരാൾ നിൽക്കുന്നു. അതേസമയം പുറത്ത് അവനൊരു ബിസ്ക്കറ്റിനു പോലും പണം തപ്പുന്നു. ഇതാണോ നബി പഠിപ്പിച്ച സമൂഹമോ, ഇസ്ലാം സ്ഥാപിച്ച മാനവികതയോ? അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചതിതല്ലേ? വയുത്ഇമൂന തആവ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. അവർ ഭക്ഷണം ഇഷ്ടമുള്ളിട്ടും മിസ്കീനിനും യതീമിനും തടവുകാരനും കൊടുക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കൂ, അവർക്കിഷ്ടമുള്ളിട്ടും എന്ന്. അധികമുള്ളത് മാത്രം കൊടുക്കുന്നില്ല, ഹൃദയം ചേർത്തു പിടിക്കുന്നതുപോലും പങ്കിടുന്നു. അതാണ് യഥാർത്ഥ ഉയർച്ച. സഹോദരീ സഹോദരന്മാരെ, ചിലപ്പോൾ നമ്മൾ പാവപ്പെട്ടവരെ വിളിക്കാത്തത് വെറുപ്പുകൊണ്ടല്ല, പലപ്പോഴും ഭയം കൊണ്ടാണ്. അവർ വന്നാൽ മറ്റുള്ളവരെന്തു പറയും? അവർക്ക് വസ്ത്രം നന്നാവില്ല, അവർ സംസാരിക്കുമ്പോൾ ചിലർക്കിഷ്ടമാകില്ല. ഇതൊരു സ്റ്റാറ്റസ് ഫംഗ്ഷനാണ്. പക്ഷെ ഇസ്ലാം ചോദിക്കുന്നത് ഇതാണ്: നിങ്ങളുടെ സദ്യ സ്റ്റാറ്റസിനുള്ളതാണോ സവാബിനുള്ളതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സവാബിന്റെ വഴിയാണ്. മനുഷ്യന്റെ വില അവന്റെ പണത്തിലല്ല, അവന്റെ തഖ്വയിലാണ്. ഒരു കഥ കൂടി. ഒരു ധനികൻ തന്റെ വീട്ടിൽ വലിയ ഭക്ഷണമൊരുക്കി. മേശകൾ നിറഞ്ഞു. പക്ഷെ അവൻ വിളിച്ചത് അവന്റെ പണക്കാരായ കൂട്ടുകാരെ മാത്രം. അതിഥികൾ വന്നു, കഴിച്ചു, ചിരിച്ചു, പോയി. രാത്രി കഴിഞ്ഞപ്പോൾ അവൻ ഒറ്റയ്ക്കിരുന്നു. വയറ് നിറഞ്ഞിട്ടും മനസ്സ് ശൂന്യം. കാരണം അവൻ അല്ലാഹുവിനായി ഒരുക്കിയില്ല, അല്ലാഹുവിനെ കാണിക്കാൻ പോലും ഒരുക്കിയില്ല, ലോകത്തെ കാണിക്കാൻ മാത്രമൊരുക്കി. അടുത്ത ദിവസം അവന്റെ അടുത്ത വീട്ടിലെ ഒരു പാവപ്പെട്ട അമ്മ തന്റെ കുഞ്ഞിനൊരു നേരത്തെ ഭക്ഷണം തേടി കരഞ്ഞുകൊണ്ടുവരുന്നു. അവനവിടെ കാണുന്നില്ല. അതോടെ അവന്റെ സദ്യയുടെ യഥാർത്ഥ മുഖം പുറത്തുവരുന്നു. ഭക്ഷണം ധാരാളം ഉണ്ടായിരുന്നു, പക്ഷേ റഹ്മത്ത് കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ശരിയായ വഴി? ശരിയായ വഴി വളരെ ലളിതമാണ്, പക്ഷേ അതിന് വലിയ ഹൃദയം വേണം. സദ്യയിൽ ഒരാൾ കുറവെങ്കിൽ ആ കുറവ് ദരിദ്രന്റെ സീറ്റാകട്ടെ. വീട്ടിൽ വലീമയാണെങ്കിൽ ആദ്യം ഓർക്കേണ്ടത് അനാഥൻ, മിസ്കീൻ, കഷ്ടപ്പെടുന്ന അയൽക്കാരനാകട്ടെ. ക്ഷണിക്കുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ കോൺടാക്റ്റിൽ മാത്രം നോക്കരുത്, നിങ്ങളുടെ വീടിനു ചുറ്റുമുള്ള കണ്ണീരിലേക്ക് നോക്കുക. ഇനി ഒരു ചിന്ത കൂടി. പാവപ്പെട്ടവരെ ക്ഷണിക്കുന്നത് അവർക്കുള്ള ഉപകാരമല്ല മാത്രം, അത് നമ്മുടെ ആത്മാവിനുള്ള ചികിത്സയാണ്. അഹങ്കാരം കുറയാൻ, മനസ്സിലെ കഠിനത ഉരുകാൻ, ദുആ സ്വീകരിക്കപ്പെടാൻ, റഹ്മത്ത് വീട്ടിലേക്കിറങ്ങാൻ, ഇതൊക്കെ ഒരു പാവത്തിന്റെ ആമീൻ കൊണ്ട് സംഭവിക്കും. സഹോദരീ സഹോദരന്മാരെ, ഒരിക്കൽ നിങ്ങളുടെ വീട്ടിലൊരു സദ്യ ഉണ്ടാകുമ്പോൾ അതിന്റെ മുകളിലൊരു ചോദ്യമുണ്ടാകട്ടെ: ഈ മേശയിൽ നിന്ന് ഒരാളെങ്കിലും ഒറ്റപ്പെട്ടവൻ ആശ്വാസം കണ്ടെത്തുന്നുണ്ടോ? അതിന് അതേ എന്ന് പറയാൻ കഴിയുന്നെങ്കിൽ അത് ഏറ്റവും മനോഹരമായ സദ്യയായിരിക്കും. സഹോദരീ സഹോദരന്മാരെ, ഇവിടെ നമ്മളൊരു രഹസ്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ബറക്കത്ത് അഥവാ അനുഗ്രഹം. നമ്മൾ പലപ്പോഴും കണക്കുകൂട്ടുന്നത് ഗണിതശാസ്ത്രം വെച്ചാണ്. എന്റെ കയ്യിൽ 10 കിലോ അരിയുണ്ട്, അത് 50 പേർക്ക് തികയും, 100 പേരെ വിളിച്ചാൽ തികയില്ല. ഇതാണ് നമ്മുടെ കണക്ക്. പക്ഷേ അല്ലാഹുവിന്റെ കണക്ക് വേറെയാണ്. ഒരു ചരിത്ര സംഭവം ഓർമ്മ വരുന്നു. കന്ദക്ക് യുദ്ധത്തിന്റെ സമയം. മദീനയ്ക്ക് ചുറ്റും കിണർ കീറുന്ന കഠിനമായ പണിയിലാണ് സഹാബികൾ. വിശപ്പ് സഹിക്കാനാവാതെ വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കണ്ട ജാബിർ എന്ന സഹാബിക്ക് സഹിക്കാനായില്ല. അദ്ദേഹം പതുക്കെ വീട്ടിൽ പോയി ഭാര്യയോട് ചോദിച്ചു, വീട്ടിലെന്തെങ്കിലുമുണ്ടോ? നബിയുടെ വിശപ്പെനിക്ക് കാണാൻ വയ്യ. ഭാര്യ പറഞ്ഞു, അല്പം ബാർലിയും ഒരു ചെറിയ ആട്ടിൻകുട്ടിയും മാത്രമേ ഉള്ളൂ. ജാബിർ നബിയുടെ അടുത്ത് ചെന്ന് രഹസ്യമായി പറഞ്ഞു, യാ റസൂലല്ലാ, അങ്ങും കൂടെ 1-2 പേരും വരണം, അല്പം ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. ശ്രദ്ധിക്കൂ, ജാബിറിന്റെ കണക്ക് ശരിയായിരുന്നു. ആ ഭക്ഷണം കുറച്ചുപേർക്കേ തികയൂ. പക്ഷെ നബി ചെയ്തതെന്താണെന്നറിയാമോ? അവിടുന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ അഹ്ലൽ ഖന്ദഖ്, കന്ദക്കിലെ ജനങ്ങളെ, ജാബിർ നമുക്ക് വിരുന്നൊരുക്കിയിരിക്കുന്നു, എല്ലാവരും വരൂ. ജാബിർ ഞെട്ടിപ്പോയി. 100 കണക്കിനാളുകൾ, ക്ഷീണിച്ചവർ, വിശന്നവർ, പൊടിപിടിച്ച വസ്ത്രം ധരിച്ചവർ, ദരിദ്രരായ സഹാബികൾ. ജാബിർ പേടിച്ചുകൊണ്ട് വീട്ടിലേക്കോടി. ഭാര്യയോട് പറഞ്ഞു, നബി എല്ലാവരെയും കൊണ്ടുവരുന്നു. ആ മഹതിയായ സ്ത്രീ ചോദിച്ചു, അവിടുന്ന് നിന്നോട് ചോദിച്ചിട്ടാണോ വിളിച്ചത്? ജാബിർ പറഞ്ഞു, അതെ. ഭാര്യ പറഞ്ഞു, എങ്കിൽ പേടിക്കണ്ട, അല്ലാഹുവും റസൂലുമാണ് കാര്യം നോക്കുക. ആ ചെറിയ വീട്ടിലേക്ക് ആ ദരിദ്രരായ ജനക്കൂട്ടം പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തിൽ ബറക്കത്തിനു വേണ്ടി ദുആ ചെയ്തു.
എല്ലാവരും വയറ് നിറയെ കഴിച്ചു. ഒടുവിൽ ബാക്കി വന്ന ഭക്ഷണം നോക്കിയപ്പോൾ അത് പാകം ചെയ്തപ്പോൾ എത്രയുണ്ടായിരുന്നുവോ അത്രയും തന്നെ ബാക്കി. സഹോദരങ്ങളെ, ഇതാണ് പാഠം. നിങ്ങൾ ധനികരെ മാത്രം വിളിക്കുമ്പോൾ നിങ്ങൾ വിളിക്കുന്നത് വയറ് നിറഞ്ഞവരെയാണ്. അവർക്ക് നിങ്ങളുടെ ഭക്ഷണം ആവശ്യമില്ല. അവർ വരുന്നത് ഭക്ഷണത്തിനല്ല, വിമർശിക്കാനാണ്. ഉപ്പില്ല, എരിവില്ല, സർവീസ് പോരാ എന്നൊക്കെ പറയാൻ. അവിടെ ബറക്കത്തുണ്ടാവില്ല. എന്നാൽ നിങ്ങൾ ദരിദ്രരെ വിളിക്കുമ്പോൾ, വിശക്കുന്നവരെ വിളിക്കുമ്പോൾ അവർ വരുന്നത് ബിസ്മില്ലാഹ് ചൊല്ലിക്കൊണ്ടാണ്. അവർ കഴിക്കുന്നത് ആർത്തിയില്ലാതെ അല്ലാഹുവിന് ശുക്ർ, നന്ദി ചെയ്തുകൊണ്ടാണ്. അവരുടെ അൽഹംദുലില്ലാഹ് എന്ന വാക്കിൽ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കും. നിങ്ങളുടെ ഭക്ഷണം കുറയുകയില്ല, അത് വർദ്ധിക്കുകയേയുള്ളൂ. ഇന്നത്തെ നമ്മുടെ വിവാഹ വീടുകളിലേക്ക് നോക്കൂ. ടൺ കണക്കിന് ഭക്ഷണം ബാക്കി വരുന്നു. അത് കുഴിയിൽ മൂടുന്നു. എന്തുകൊണ്ട്? ആ ഭക്ഷണത്തിൽ ബറക്കത്തില്ല. കാരണം ആ വിരുന്നിലേക്ക് കടന്നുവന്നവരുടെ ലിസ്റ്റിൽ അല്ലാഹുവിന് പ്രിയപ്പെട്ടവരുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഭക്ഷണം പാഴാവില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ത്വാമുൽ ഇസ്നൈനി കാഫി സലാസ വ ത്വാമു സലാസതി കാഫിൽ അർബഅ. 2 പേർക്കുള്ള ഭക്ഷണം 3 പേർക്ക് മതിയാകും. 3 പേർക്കുള്ളത് 4 പേർക്കും. പങ്കുവെക്കലിലാണ് ബറക്കത്ത്, പൂട്ടിവെക്കലിലല്ല. ഒരു കാര്യം നാം ഓർക്കണം. നമ്മുടെ സമ്പത്ത് നമ്മുടെ കഴിവുകൊണ്ട് കിട്ടിയതല്ല. അത് അല്ലാഹു നമ്മെ ഏൽപ്പിച്ച ഒരു അമാനത്താണ്, വിശ്വസ്തമായി ഏൽപ്പിച്ച മുതല്. ആ സമ്പത്തിൽ ദരിദ്രന് അവകാശമുണ്ട്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, വഫീ അമ്മാലിഹിം ഹഖ്ഖുൻ ലിസ്സാഇലി വൽ മഹ്റൂം. അവരുടെ സമ്പത്തുകളിൽ ചോദിക്കുന്നവനും ചോദിക്കാൻ മടിച്ച് തടയപ്പെട്ടവനും അവകാശമുണ്ട്. നമ്മൾ സദ്യ നടത്തുമ്പോൾ പാവപ്പെട്ടവനെ വിളിക്കാതിരിക്കുന്നത് വഴി അവന്റെ അവകാശം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പാവപ്പെട്ടവൻ നിങ്ങളുടെ വീടിന്റെ ഗേറ്റിന് പുറത്തു നിൽക്കുമ്പോൾ അവൻ വെറുമൊരു മനുഷ്യനല്ല, അവൻ അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. എന്റെ അടിമ എന്തു ചെയ്യുന്നു എന്ന് നോക്കാം എന്ന് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുന്ന നിമിഷം. ആ ഗേറ്റ് തുറന്ന് സഹോദരാ വരൂ, ഞങ്ങളോടൊപ്പം ഇരിക്കൂ എന്ന് നിങ്ങൾക്ക് കഴിഞ്ഞാൽ ആ നിമിഷം നിങ്ങളുടെ ഹൃദയത്തിലെ അഹങ്കാരത്തിന്റെ പൂട്ട് പൊളിയുന്നു. നിങ്ങളുടെ സദ്യ വെറുമൊരു ആഹാരം കഴിക്കൽ എന്നതിലുപരി ഒരു ഇബാദത്ത്, ആരാധനയായി മാറുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും ന്യായീകരണങ്ങൾ കണ്ടെത്തും. അവർക്ക് വൃത്തിയില്ല, അവർക്ക് ടേബിൾ മാനേഴ്സ് അറിയില്ല എന്നൊക്കെ. ആലോചിക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നത്, കഴിച്ചത്, കിടന്നത് ഈ വൃത്തിയില്ല എന്ന് നിങ്ങൾ വിളിക്കുന്ന പാവങ്ങളുടെ കൂടെയായിരുന്നു. അവർക്കില്ലാത്ത എന്തു മാന്യതയാണ് നമുക്കുള്ളത്? സഹോദരീ സഹോദരന്മാരെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ പാവപ്പെട്ടവരെ വിളിച്ചില്ലെങ്കിലും അവരെ ഉപദ്രവിക്കുന്നില്ലല്ലോ എന്ന്. എന്നാൽ അവഗണന എന്നത് ഏറ്റവും വലിയ ഉപദ്രവമാണ്. ഒരു മനുഷ്യനെ മുഖത്തു നോക്കാതിരിക്കുന്നത്, അവനെ കാണാത്ത പോലെ നടിക്കുന്നത്, ഒരു കത്തികൊണ്ട് മുറിവേൽപ്പിക്കുന്നതിനേക്കാൾ വലിയ വേദനയാണ് അവന്റെ ഹൃദയത്തിലുണ്ടാക്കുക. ഇക്കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ താക്കീത് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലെ ഒരു സംഭവത്തിലൂടെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ വലിയ പ്രമാണികളോട് സംസാരിക്കുകയായിരുന്നു. ഉത്ബ, ശൈബ തുടങ്ങിയ ഖുറൈശി നേതാക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആഗ്രഹം അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു. അവർ മുസ്ലിമായാൽ അത് ഇസ്ലാമിന് വലിയ ശക്തിയാകും എന്നവിടുന്ന് കണക്കുകൂട്ടി. ആ സമയത്താണ് അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു എന്ന അന്ധനായ ഒരു സഹാബി അവിടേക്ക് കടന്നുവരുന്നത്. അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ നേതാക്കളോട് ഗൗരവമായ ചർച്ചയിലാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹു പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്പം അലോസരം തോന്നി. ഇപ്പോൾ ഇദ്ദേഹം വന്നത് ഈ പ്രധാനപ്പെട്ട ചർച്ചയ്ക്ക് തടസ്സമായല്ലോ എന്ന ചിന്തയിൽ അവിടുത്തെ മുഖം അല്പം ചുളിഞ്ഞു. അവിടുന്ന് മുഖം തിരിച്ചു, നേതാക്കളോട് സംസാരം തുടർന്നു. ശ്രദ്ധിക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആട്ടി ഓടിച്ചില്ല, ചീത്ത വിളിച്ചില്ല. വെറുതെ മുഖം തിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അതും ഇസ്ലാമിന് ഗുണകരമാകുന്ന ഒരു കാര്യത്തിനു വേണ്ടി. പക്ഷേ ആകാശങ്ങളുടെ നാഥനായ അല്ലാഹു അതിഷ്ടപ്പെട്ടില്ല. 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിവന്നു, ഖുർആനിലെ ആയത്തുകളുമായി. അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മ. അവിടന്ന് മുഖം ചുളിച്ചു, പിന്തിരിഞ്ഞു കളഞ്ഞു, ആ അന്ധൻ തന്റെ അടുക്കൽ വന്നതുകൊണ്ട്. അല്ലാഹു നബിയെ തിരുത്തി, അല്ലയോ നബിയെ, താങ്കളാ പരിഗണിക്കുന്ന ധനികരായ നേതാക്കളില്ലേ,
അവർ ശുദ്ധിയുള്ളവരാകാൻ സാധ്യതയില്ല. എന്നാൽ ഈ അന്ധനായ മനുഷ്യൻ, അദ്ദേഹം വന്നിരിക്കുന്നത് ഭയഭക്തിയോടെയാണ്. അദ്ദേഹത്തെയാണോ താങ്കൾ അവഗണിക്കുന്നത്? ഈ ആയത്തുകൾ ഇറങ്ങിയ ശേഷം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ പറയുമായിരുന്നു, എന്റെ റബ്ബെന്നെ തിരുത്താൻ കാരണക്കാരനായ ഓ എന്റെ സഹോദരാ, സ്വാഗതം എന്നു പറഞ്ഞ് അദ്ദേഹത്തിന് തന്റെ തട്ടം വിരിച്ചു കൊടുക്കുമായിരുന്നു. ചിന്തിക്കൂ സഹോദരങ്ങളെ, ദീനിന്റെ പ്രചാരണത്തിനു വേണ്ടിപ്പോലും പാവപ്പെട്ടവനെ മാറ്റി നിർത്തി ധനികന് മുൻഗണന നൽകുന്നത് അല്ലാഹുവിനിഷ്ടമല്ലെങ്കിൽ, വെറുമൊരു സദ്യ നടത്തുമ്പോൾ പാവപ്പെട്ടവനെ പടിക്ക് പുറത്ത് നിർത്തുന്നത് അല്ലാഹു എങ്ങനെ സഹിക്കും? നമ്മുടെ സദ്യകളിൽ VIP ടേബിളുകളുണ്ട്. അവിടെ ഇരിക്കുന്നവർക്ക് സ്പെഷ്യൽ ഗ്ലാസ്, സ്പെഷ്യൽ പ്ലേറ്റ്, വേഗത്തിലുള്ള സർവീസ്. എന്നാൽ പന്തലിന്റെ അറ്റത്ത് പ്ലാസ്റ്റിക് കസേരയിലിരിക്കുന്ന സാധാരണക്കാർക്കോ പലപ്പോഴും വെള്ളം പോലും കിട്ടാൻ വൈകുന്നു. ഈ വിവേചനം കാണുമ്പോൾ അല്ലാഹുവിന്റെ അർശ്, സിംഹാസനം വിറക്കില്ലേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയമായും അല്ലാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ സമ്പത്തുകളിലേക്കോ അല്ല നോക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമാണ്. നമ്മൾ ക്ഷണക്കത്തിൽ എഴുതുന്ന പേരുകളല്ല, ആ ക്ഷണക്കത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള വികാരമാണ് അല്ലാഹു നോക്കുന്നത്. ഇവൻ പണക്കാരനാണ്, ഇവൻ വന്നാൽ എന്റെ വീടിന്റെ മുറ്റത്ത് വലിയ കാറ് കിടക്കും, നാട്ടുകാരത് കാണും എന്ന ചിന്തയോടെയാണ് ക്ഷണിക്കുന്നതെങ്കിൽ ആ സദ്യയിൽ പിശാചിന്റെ സാന്നിധ്യമുണ്ടാകും. മറുവശത്ത് ഇവൻ എന്റെ അയൽവാസിയായ ഒരു ഓട്ടോ ഡ്രൈവറാണ്, ഇവൻ എന്നും കഷ്ടപ്പാടാണ്, ഒരു ദിവസം എന്റെ വീട്ടിൽ നിന്ന് വയറു നിറയെ നല്ല ഭക്ഷണം അവൻ കഴിക്കട്ടെ എന്ന ചിന്തയോടെയാണ് ക്ഷണിക്കുന്നതെങ്കിൽ ആ ഭക്ഷണത്തിന്റെ ഓരോ വറ്റിലും മലക്കുകൾ നിങ്ങൾക്കു വേണ്ടി പാപമോചനത്തിന് തേടും. ഇന്നത്തെ കാലത്ത് സ്റ്റാറ്റസ് നോക്കിയാണ് സൗഹൃദങ്ങൾ പോലും. വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ യോഗ്യതയുള്ള ഫോട്ടോകൾ കിട്ടുന്ന ആളുകളെ മാത്രമേ നാം കല്യാണത്തിന് വിളിക്കൂ എന്ന വാശി. ഫോട്ടോയിൽ ഭംഗിയില്ലാത്ത പഴയ വസ്ത്രം ധരിച്ച ബന്ധുക്കളെ ഫ്രെയിമിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മൾ ഫോട്ടോഗ്രാഫർമാരോട് രഹസ്യമായി പറയും. എന്നാൽ ഓർക്കുക, നാളെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണ നടക്കുമ്പോൾ അവിടെയും ഒരു വേർതിരിവുണ്ടാകും. പക്ഷേ അത് പണത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അവിടെ VIP ആരായിരിക്കുമെന്നറിയാമോ? ദുനിയാവിൽ വെച്ച് അഹങ്കരിക്കാതെ ജീവിച്ച, അല്ലാഹുവിനെ ഭയപ്പെട്ട, പാവങ്ങളെ സ്നേഹിച്ച മനുഷ്യരായിരിക്കും. അന്ന് ദുനിയാവിൽ വലിയ കാറുകളിൽ വന്ന പലരും വിയർപ്പിൽ മുങ്ങി നിൽക്കുമ്പോൾ ഈ പാവപ്പെട്ടവർ അർഷിന്റെ തണലിൽ സുഖമായിരിക്കും. ആലോചിക്കുക, നിങ്ങളുടെ കല്യാണപ്പന്തലിൽ നിന്ന് വിശന്ന വയറുമായി ഒരു പാവപ്പെട്ടവൻ മടങ്ങിപ്പോയാൽ അവന്റെ ആ നെടുവീർപ്പ് മതി നിങ്ങളുടെ ജീവിതകാലം മുഴുവനുള്ള സമാധാനം കെടുത്താൻ. നേരെ മറിച്ച് ഒരു പാവപ്പെട്ടവൻ വയറു നിറഞ്ഞ് മനസ്സു നിറഞ്ഞ് അല്ലാഹുവേ, ഈ കുടുംബത്തിനു നീ ബറക്കത്ത് നൽകണേ എന്ന് ദുആ ചെയ്താൽ അതുമതി ഏതു വലിയ കൊടുങ്കാറ്റിലും നിങ്ങളുടെ കുടുംബത്തെ കാക്കാൻ. സഹോദരീ സഹോദരന്മാരെ, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതെല്ലാം പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രായോഗികമാണോ? എന്റെ കല്യാണത്തിന് നാട്ടിലെ മുഴുവൻ പാവപ്പെട്ടവരെയും വിളിക്കാൻ എനിക്ക് പറ്റുമോ എന്ന്. ഇവിടെയാണ് ഇസ്ലാമിന്റെ മനോഹാരിത. ഇസ്ലാം നമ്മോട് അസാധ്യമായത് ചെയ്യാൻ പറയുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ളത് മുഴുവൻ കൊടുത്ത് നിങ്ങൾ പാപ്പരാകണം എന്ന് ഇസ്ലാം പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ അവർക്കൊരിടം കൊടുക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പട്ടികയിൽ 500 പേരുണ്ടെങ്കിൽ അതിൽ 50 പേരെങ്കിലും അർഹരായ പാവപ്പെട്ടവരാണെന്ന് ഉറപ്പാക്കൂ. അത് പ്രയാസമാണോ? അല്ല, അത് നമ്മുടെ മനസ്സിന്റെ വിശാലതയാണ് കാണിക്കുന്നത്. മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കണം, ധൂർത്ത്. ഇന്ന് നമ്മുടെ സദ്യകൾ ധൂർത്തിന്റെ പര്യായമായി മാറിയിരിക്കുന്നു. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ. നിശ്ചയമായും ധൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരങ്ങളാകുന്നു. ഒരു വശത്ത് ഭക്ഷണം കുമിഞ്ഞുകൂടി പാഴാകുന്നു, മറുവശത്ത് അയൽവീട്ടിൽ മരുന്നു വാങ്ങാൻ കാശില്ലാതെ ഒരാൾ കഷ്ടപ്പെടുന്നു. ഈ വൈരുദ്ധ്യം കാണുമ്പോൾ നമ്മുടെ മനസാക്ഷി മരവിച്ചുപോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സൽമാനുൽ ഫാരിസി എന്ന മഹാനായ സഹാബിയുടെ കഥ ഓർത്തുനോക്കൂ. പേർഷ്യയിൽ നിന്ന് സത്യം തേടിവന്ന അദ്ദേഹം മദീനയിൽ വെറുമൊരു സാധാരണക്കാരനായി ജീവിച്ചു. ഒരിക്കൽ അദ്ദേഹത്തിനൊരു വലിയ വിരുന്നു ലഭിച്ചു. അദ്ദേഹം അത് നിരസിച്ചു. കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭയപ്പെടുന്നു, വയറു നിറയെ കഴിച്ചിട്ട് എന്റെ അയൽവാസി പട്ടിണിയാണെങ്കിൽ ഞാൻ മുഅ്മിനല്ലാതായി മാറുമോ എന്ന്. ഇതാണ് തഖ്വ, ഇതാണ് സൂക്ഷ്മത. ഇനി നമ്മുടെ സഹോദരിമാരോടൊരു വാക്ക്. പലപ്പോഴും വീടുകളിലെ ചടങ്ങുകളിൽ ആരെ വിളിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ സ്ത്രീകൾക്ക് വലിയ പങ്കുണ്ട്. അവളെ വിളിച്ചില്ലെങ്കിൽ മോശമാണ്, അവൾ വലിയ സാരി ഉടുത്തുവരും, നമുക്കും തിരിച്ചു പോണ്ടേ എന്നൊക്കെ ചിന്തകൾ മാറ്റിവെക്കൂ. പകരം ആ വിധവയായ ഉമ്മയെ വിളിച്ചാൽ അവർക്കൊരു ദിവസം അടുക്കളയിൽ നിന്ന് ഒഴിവ് കിട്ടുമല്ലോ, നല്ല ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് ചിന്തിക്കൂ.
നിങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് അല്ലെങ്കിൽ വീടുകൂടലിന് നിങ്ങൾ വിളിക്കുന്ന ആ പാവപ്പെട്ട ഉമ്മയുടെ ദുആ അത് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഒരു കവചമായി മാറും. അവരുടെ കണ്ണിൽ നിന്ന് വീഴുന്ന സന്തോഷാശ്രുക്കൾ അല്ലാഹുവിന്റെ അടുക്കൽ മുത്തുകളേക്കാൾ വിലപിടിച്ചതാണ്. നമ്മൾ പലപ്പോഴും ബറക്കത്തില്ല എന്ന് പരാതി പറയുന്നു. എത്ര പണമുണ്ടാക്കിയിട്ടും തികയുന്നില്ല, സമാധാനമില്ല. കാരണം ലളിതമാണ്. ബറക്കത്ത് വരുന്നത് ആകാശത്തുനിന്നാണ്. അത് താഴേക്ക് വരണമെങ്കിൽ ഭൂമിയിലുള്ളവരോട് നമുക്ക് കരുണ വേണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഹമൂ മൻ ഫിൽ അർദി യർഹംകും മൻ ഫിസ്സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. നിങ്ങളുടെ സദ്യലിൽ ഒരു പാവപ്പെട്ടവന് ഇരിക്കാൻ കസേരയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്തിനിടമുണ്ടാവില്ല. നമുക്കൊരു പുതിയ തീരുമാനമെടുക്കാം. അടുത്ത തവണ നമ്മുടെ വീട്ടിലൊരു സന്തോഷം വരുമ്പോൾ, അത് കുഞ്ഞിന്റെ ജനനമായാലും കല്യാണമായാലും വീടുകൂടലായാലും, ആ സന്തോഷത്തിൽ പങ്കുചേരാൻ നമ്മൾ ആദ്യം വിളിക്കുന്നത് നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും പാവപ്പെട്ടവനായിരിക്കും. അവനെ വിളിക്കുമ്പോൾ ഇതാ നിനക്ക് ഭക്ഷണം തരുന്നു എന്ന ഭാവത്തിലല്ല, മറിച്ച് എന്റെ സന്തോഷം പൂർണ്ണമാകാൻ നീ വരണം എന്ന സ്നേഹത്തോടെ വിളിക്കണം. അവന്റെ കൈപിടിച്ച് ഏറ്റവും നല്ല കസേരയിലിരുത്തണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കവിതയുണ്ട്, നിന്റെ ഭക്ഷണം പാവങ്ങൾക്കു കൊടുക്കുക, അത് നിന്റെ പാപങ്ങളെ മായ്ച്ചു കളയും. നിന്റെ സമ്പത്ത് കുറഞ്ഞാലും സാരമില്ല, നിന്റെ ഹൃദയം സമ്പന്നമാകും. ഇന്നത്തെ ലോകം പുറമോടിയിലാണ് വിശ്വസിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലെ ലൈക്കുകളിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. എന്നാൽ യഥാർത്ഥ സന്തോഷം ഒരു മനുഷ്യന്റെ നിറഞ്ഞ വയറിലും ചിരിക്കുന്ന മുഖത്തിലുമാണ്. ചിന്തിക്കുക, മരണം എപ്പോൾ വേണമെങ്കിലും വരാം. അന്ന് നമ്മൾ കൊടുത്ത വിരുന്നുകളുടെ കണക്കെടുക്കുമ്പോൾ എത്ര പണക്കാർ വന്നു എന്നതല്ല ചോദിക്കപ്പെടുക, എത്ര വിശക്കുന്നവരെ നീ ഊട്ടി എന്നായിരിക്കും ചോദ്യം. ആ ചോദ്യത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവേ, നീ തന്നതിൽ നിന്ന് നിന്റെ പാവപ്പെട്ട അടിമകൾക്ക് ഞാൻ നൽകി, അവരെ ഞാൻ മാറ്റി നിർത്തിയില്ല എന്നു പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമുക്ക് വിശാലമായ മനസ്സും നന്മ ചെയ്യാനുള്ള തൗഫീക്കും നൽകട്ടെ. സഹോദരീ സഹോദരന്മാരെ, ഈ വിഷയത്തിൽ വളരെ ആഴത്തിലുള്ള മറ്റൊരു തലം കൂടി നമുക്ക് ചിന്തിക്കാനുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പാവപ്പെട്ടവരെ സദ്യയ്ക്ക് വിളിക്കുമ്പോൾ നമ്മൾ അവരെ സഹായിക്കുകയാണ് എന്നാണ്. ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തു, ഞാൻ മഹാനാണ് എന്നൊരു തോന്നൽ അറിയാതെ നമ്മുടെ ഉള്ളിൽ വരും. എന്നാൽ സത്യമെന്താണെന്നറിയാമോ? നമ്മൾ അവരെ സഹായിക്കുകയല്ല, മറിച്ച് അവർ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അബ്ഗൂനി ഫീ ദുഅഫായിക്കും, അഥവാ എന്റെ സാമീപ്യം നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലെ ദുർബലരിലൂടെ തേടുക. എന്നിട്ട് അവിടുന്ന് തുടർന്നു, നിങ്ങളിലെ ദുർബലർ കാരണത്താലല്ലാതെ നിങ്ങൾക്ക് സഹായമോ ഉപജീവനമോ ലഭിക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ അനുഭവിക്കുന്ന ഈ സമ്പത്ത്, ഈ ആരോഗ്യം, ഈ വിജയം, ഇതെല്ലാം നമ്മുടെ മിടുക്കുകൊണ്ടാണോ? അല്ല. നമ്മുടെ സമൂഹത്തിലെ ഏതോ ഒരു മൂലയിലിരുന്ന് കൈ ഉയർത്തി അല്ലാഹുവിനോട് കരയുന്ന ഒരു പാവപ്പെട്ടവന്റെ ദുആ കാരണമായിരിക്കും അല്ലാഹു നമുക്ക് ഈ സൗഭാഗ്യങ്ങൾ തരുന്നത്. ഒരു മരത്തെക്കുറിച്ച് ചിന്തിക്കുക. മരത്തിന്റെ മുകളിൽ നല്ല ചുവന്ന പഴങ്ങൾ നിൽക്കുന്നു. ആ പഴങ്ങൾക്ക് കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാവരും പഴങ്ങളെ പുകഴ്ത്തുന്നു. പക്ഷേ ആ പഴങ്ങൾക്ക് നീരും ജീവനും നൽകുന്നതാരാണ്? മണ്ണിനടിയിൽ ആരും കാണാതെ കിടക്കുന്ന വേരുകളാണ്. ആ വേരുകൾ വൃത്തികെട്ട മണ്ണിലായിരിക്കും. പക്ഷേ ആ വേരുകൾ അറുത്തുമാറ്റിയാൽ മുകളിലെ പഴങ്ങൾ ഉണങ്ങി വീഴും. ഇതുപോലെയാണ് സമൂഹവും. പാവപ്പെട്ടവർ വേരുകളെപ്പോലെയാണ്. നിങ്ങൾ അവരെ പരിഗണിക്കുന്നില്ലെങ്കിൽ, അവരെ നിങ്ങളുടെ സന്തോഷങ്ങളിൽ നിന്ന് മുറിച്ചുമാറ്റിയാൽ നിങ്ങളുടെ സമ്പത്ത് എന്ന പഴം ഉണങ്ങിപ്പോകും. പലപ്പോഴും ആളുകൾ പരാതി പറയാറുണ്ട്, എനിക്ക് മനഃശാന്തിയില്ല, ഹൃദയത്തിന് വല്ലാത്ത കാഠിന്യം തോന്നുന്നു, നമസ്കരിച്ചിട്ടും സമാധാനം കിട്ടുന്നില്ല, ഖുർആൻ ഓതിയിട്ടും കണ്ണു നനയുന്നില്ല. എന്താണിതിനു മരുന്ന്? ഒരിക്കലൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് തന്റെ ഹൃദയത്തിന്റെ കാഠിന്യത്തെക്കുറിച്ച് പരാതി പറഞ്ഞു. അപ്പോൾ റസൂൽ നൽകിയ മരുന്നെന്തായിരുന്നു? നിന്റെ ഹൃദയം റാത്താകാൻ അഥവാ മയപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അഗതിക്ക് ഭക്ഷണം കൊടുക്കുക, അനാഥയുടെ തല തടവുക. ഇതൊരത്ഭുതകരമായ മനഃശാസ്ത്രമാണ്. പണം എണ്ണുമ്പോഴല്ല മനസ്സ് മയപ്പെടുന്നത്. പണം പാവപ്പെട്ടവന്റെ കയ്യിൽ വെച്ചുകൊടുക്കുമ്പോൾ, അവന്റെ കണ്ണിലെ തിളക്കം കാണുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലെ കല്ല് ഉരുകുന്നത്. ഇനി നമുക്ക് നമ്മുടെ സദ്യകളിലേക്ക് തന്നെ തിരിച്ചുവരാം. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാം, പക്ഷേ ആ മനുഷ്യന് കൊടുക്കില്ല. ബാക്കി വന്ന ഭക്ഷണം നമ്മൾ മൃഗങ്ങൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ വേപ്പിലയിട്ട് കുഴച്ചിടും. പക്ഷേ അത് ആവശ്യക്കാരനായ അയൽവാസിക്ക് കൊടുക്കാൻ നമുക്ക് മടിയാണ്. കാരണം അഭിമാനം. ബാക്കി വന്ന ഭക്ഷണം കൊടുത്തു എന്നവർ പറയില്ലേ എന്ന ചിന്ത. സഹോദരങ്ങളെ, ഭക്ഷണം ബാക്കി വരുന്നതിനു മുൻപ് തന്നെ, പാകം ചെയ്ത ഉടനെ തന്നെ ഒരു പങ്ക് അവർക്കായി മാറ്റിവെക്കുന്നതാണ് യഥാർത്ഥ മാന്യത. ഒരു സംഭവം ഓർക്കുന്നു. മക്കയിൽ പണ്ട് വലിയ ക്ഷാമമുണ്ടായ കാലം. അബ്ദുല്ലാഹിബ്ന് ജദാൻ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇസ്ലാം വരുന്നതിനു മുൻപുള്ളയാളാണ്. പക്ഷേ അദ്ദേഹം വലിയൊരു പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്യും. എന്നിട്ട് വിളിച്ചു പറയും,
മക്കയിലെ ജനങ്ങളെ വന്നു കഴിക്കൂ. ഒട്ടകപ്പുറത്ത് കയറി നിന്നുപോലും എത്തിപ്പിടിക്കാവുന്നത്ര വലിയ പാത്രമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ജാഹിലിയ കാലത്തുപോലും അറബികൾക്ക് അതിഥികളെ ആദരിക്കുന്നത് വലിയ അഭിമാനമായിരുന്നു. വിരുന്നുകാരൻ ദരിദ്രനാണോ എന്നവർ നോക്കിയില്ല, വിശക്കുന്നവനാണോ എന്നു മാത്രമേ നോക്കിയുള്ളൂ. ഇസ്ലാം വന്നപ്പോൾ ആ ഗുണത്തെ പൂർത്തീകരിച്ചു. പക്ഷെ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഗേറ്റിൽ സെക്യൂരിറ്റിയെ നിർത്തി ചോദിക്കുന്നു, ക്ഷണക്കത്തുണ്ടോ എന്ന്. ക്ഷണക്കത്തില്ലാത്തവൻ പട്ടിണിയാണെങ്കിലും പുറത്തു നിൽക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കൂടി ഓർമ്മിപ്പിക്കട്ടെ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ടുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. നിങ്ങളുടെ കല്യാണവീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ അടുപ്പ് പുകയാത്ത ഒരടുക്കളയുണ്ടെങ്കിൽ നിങ്ങളുടെ ബിരിയാണിക്ക് രുചിയുണ്ടാകില്ല. ആ ബിരിയാണി നിങ്ങളുടെ വയറ്റിൽ ചെന്നാൽ അത് രോഗമായി മാറും, ശിഫയാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു സദ്യ ഒരുക്കുമ്പോൾ ആദ്യം ഒരു ലിസ്റ്റുണ്ടാക്കുക. വിഐപികളുടെ ലിസ്റ്റല്ല, VIP, വളരെ പ്രധാനപ്പെട്ട പാവപ്പെട്ടവരുടെ ലിസ്റ്റ്. നിങ്ങളുടെ മഹല്ലിലെ യതീം കുട്ടികൾ, വിധവകൾ, രോഗികൾ, ജോലിയില്ലാത്തവർ, അവരെ ആദ്യം ക്ഷണിക്കുക. അവരെ വിളിക്കാൻ വേലക്കാരെ വിടരുത്. നിങ്ങൾ നേരിട്ടു പോകണം. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ വിടണം. എന്റെ മകന്റെ കല്യാണമാണ്, നിങ്ങൾ വന്ന് ദുആ ചെയ്യണം എന്നു പറഞ്ഞ് ക്ഷണിക്കുക. അവർ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ നിങ്ങൾ തന്നെ ഗേറ്റിൽ നിൽക്കണം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അത് കോടികൾ കൊടുത്താൽ കിട്ടാത്ത സന്തോഷമാണ്. അതാണ് ഈമാനിന്റെ രുചി. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സദ്യയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ. അത് നടന്നത് വലിയ കൊട്ടാരത്തിലല്ല, സ്വർണ്ണപാത്രങ്ങളിലല്ല വിളമ്പിയത്. അത് നടന്നത് മദീനയിലെ ഒരു ചെറിയ മൺവീട്ടിലാണ്. അലി റദിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ റദിയല്ലാഹു അൻഹയുടെയും വീട്ടിൽ. ആ വീട്ടിൽ ആകെയുണ്ടായിരുന്നത് കുറച്ച് ബാർലി മാത്രമാണ്. ഹസനും ഹുസൈനും റദിയല്ലാഹു അൻഹുമ രോഗബാധിതരായപ്പോൾ അവർ രോഗം മാറിയാൽ 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കാമെന്ന് നേർച്ചയാക്കി. അല്ലാഹു അനുഗ്രഹിച്ചു, കുട്ടികളുടെ രോഗം മാറി. അവർ നോമ്പ് തുടങ്ങി. ആദ്യത്തെ ദിവസം നോമ്പ് തുറക്കാൻ സമയമായി. അവരാകെയുണ്ടായിരുന്ന ബാർലി കൊണ്ട് അപ്പമുണ്ടാക്കി മുന്നിൽ വച്ചു. ബാങ്ക് വിളിക്കാൻ കാത്തുനിൽക്കുമ്പോൾ വാതിലിൽ ഒരു മുട്ട്. അഹ്ലുൽ ബൈത്തുകാരെ, ഞാനൊരു ദരിദ്രനാണ്, മിസ്കീനാണ്, വിശക്കുന്നു, എനിക്ക് വല്ലതും തരുമോ? അലി റദിയല്ലാഹു അൻഹു ഫാത്തിമ റദിയല്ലാഹു അൻഹയുടെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്ത് ഒരനിഷ്ടവുമുണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ മുന്നിലിരുന്ന ആ ഭക്ഷണം മുഴുവൻ ആ പാവപ്പെട്ടവനു കൊടുത്തു. പച്ചവെള്ളം കുടിച്ച് അവർ നോമ്പ് തുറന്നു. ആ രാത്രി പട്ടിണി കിടന്നു. രണ്ടാമത്തെ ദിവസം വീണ്ടും നോമ്പ്. വൈകുന്നേരം ഭക്ഷണം തയ്യാറായി. വാതിലിൽ വീണ്ടും മുട്ട്. ഇത്തവണ ഒരനാഥൻ, യതീം. വിശക്കുന്നു എന്ന അതേ നിലവിളി. അന്നും അവരാ ഭക്ഷണം മുഴുവൻ കൊടുത്തു. പച്ചവെള്ളം കുടിച്ചു കിടന്നു. മൂന്നാമത്തെ ദിവസം ഒരു തടവുകാരൻ വന്നു ചോദിച്ചു. അന്നും അവർ പട്ടിണി കിടന്നു, ഭക്ഷണം കൊടുത്തു. തുടർച്ചയായി 3 ദിവസം. സ്വന്തം വിശപ്പിനേക്കാൾ വാതിലിൽ വന്നവന്റെ വിശപ്പിന് അവർ പ്രാധാന്യം നൽകി. ഈ സംഭവത്തെ തുടർന്നാണ് അല്ലാഹു സൂറത്തുൽ ഇൻസാൻ ഇറക്കിയത്. വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വ അസീറൻ. ഭക്ഷണത്തോട് പ്രിയമുണ്ടായിട്ടും അത് അവർ അഗതിക്കും അനാഥയ്ക്കും തടവുകാരനും നൽകുന്നു. എന്നിട്ട് അവർ പറഞ്ഞ ഒരു വാക്കുണ്ട്, അതാണ് നമ്മുടെ സദ്യകൾക്കുള്ള പാഠം. ഇന്നമാ നുതഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅം വലാ ശുകൂറ. അല്ലാഹുവിന്റെ പ്രീതിക്കുവേണ്ടി മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമോ നന്ദിവാക്കോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇവിടെയാണ് നമ്മുടെ സദ്യകൾ പരാജയപ്പെടുന്നത്. നമ്മൾ സദ്യ കൊടുക്കുമ്പോൾ നന്ദി പ്രതീക്ഷിക്കുന്നു. അവർ തിരിച്ചു വിളിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല സദ്യയായിരുന്നു എന്ന് നാട്ടുകാർ പറയണം എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ നബിയുടെ മകൾ പഠിപ്പിച്ചു തന്നത് നോക്കൂ. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. നിങ്ങളുടെ ഒരു താങ്ക്സ് പോലും ഞങ്ങൾക്ക് വേണ്ട. കാരണം ഈ ഭക്ഷണം ഞാൻ നിനക്ക് തരുന്നത് എന്റെ റബ്ബ് എന്നെ നോക്കി പുഞ്ചിരിക്കാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ദരിദ്രരെ വിളിച്ചുവരുത്തി സദ്യ കൊടുക്കുമ്പോൾ അവരുടെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാതിരിക്കുക. അത് ഭക്ഷണത്തെ വിഷമാക്കി മാറ്റും. വലതുകൈ കൊടുക്കുന്നത് ഇടതുകൈ അറിയരുത് എന്നാണ് പ്രവാചകാധ്യാപനം.
ഇന്നത്തെ വിവാഹസദ്യകളിലെ മറ്റൊരു കാഴ്ച ബുഫേ സംവിധാനമാണ്. സൗകര്യത്തിന് നല്ലതാണ്, പക്ഷേ അതിൽ നഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്: ഒരുമിച്ചിരിക്കൽ. പണ്ട് നിലത്ത് പായ് വിരിച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കുന്ന രീതിയുണ്ടായിരുന്നു. അവിടെ പണക്കാരനും പാവപ്പെട്ടവനും തോളോട് തോൾ ചേർന്നിരിക്കും. ഇന്ന് നമ്മൾ പ്ലേറ്റുമെടുത്ത് നടക്കുകയാണ്. പണക്കാർ അവരുടെ ഗ്രൂപ്പായി നിൽക്കുന്നു, പാവപ്പെട്ടവർ ഒഴിഞ്ഞുമാറി നിൽക്കുന്നു. ആരുമാരുമായും കലരുന്നില്ല. ഭക്ഷണം വയറ്റിലെത്തുന്നുണ്ട്, പക്ഷേ സ്നേഹം ഹൃദയത്തിലെത്തുന്നില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഭിന്നിക്കരുത്. നിശ്ചയമായും ബറക്കത്ത് സംഘത്തോടൊപ്പമാണ്, ജമാഅത്തിൽ. നമ്മുടെ സദ്യകളിൽ പാവപ്പെട്ടവൻ വന്ന് ഒരു പണക്കാരന്റെ കൂടെ ഒരേ മേശയിലിരുന്ന് കഴിക്കുന്ന രംഗം, അത് കാണാൻ എന്തു ഭംഗിയാണ്! അതാണിസ്ലാം. ആ പാവപ്പെട്ടവന് തോന്നണം, ഞാനും ഈ സമൂഹത്തിൽ വിലയുള്ളവനാണ് എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി സദ്യ നടത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക: റിസർവ്ഡ് ബോർഡുകൾ കുറയ്ക്കുക, VIP ഏരിയകൾ ഒഴിവാക്കുക, ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന രീതി വയ്ക്കുക. അപ്പോൾ ഒരുപക്ഷേ നാട്ടിലെ വലിയ മുതലാളിയുടെ കൂടെ ഇരിക്കാൻ പോകുന്നത് നിങ്ങളുടെ അയൽപ്പക്കത്തെ ഓട്ടോ ഡ്രൈവറായിരിക്കും. അവർ തമ്മിൽ വർത്തമാനം പറയും, ഒരു ചിരി കൈമാറും. ആ ചിരിയില്ലേ, അതാണ് നിങ്ങൾ വിളമ്പുന്ന ബിരിയാണിയേക്കാൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടത്. അതാണ് സമൂഹത്തിലെ വിടവുകൾ നികത്തുന്നത്. നമ്മൾ കരുതുന്നത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്താൽ തീർന്നു എന്നാണ്. അല്ല, അവർക്ക് വേണ്ടത് ഇസ്സത്താണ്, ആത്മാഭിമാനമാണ്. ക്യൂവിൽ നിർത്തി ഭിക്ഷ കൊടുക്കുന്ന പോലെ ഭക്ഷണം കൊടുക്കരുത്. അവരെ അതിഥിയായി രാജാവിനെ പോലെ കസേരയിലിരുത്തി വിളമ്പിക്കൊടുക്കണം. നിങ്ങൾ മുതലാളിയാണോ? എങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സദ്യക്ക് നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി ആ പാവപ്പെട്ടവന് വെള്ളമൊഴിച്ചു കൊടുക്കണം. അതാണ് നബിയുടെ സുന്നത്ത്. അതാണ് അഹങ്കാരം കളയാനുള്ള മരുന്ന്. ആലോചിച്ചു നോക്കൂ, നമ്മുടെ നബി ഒരു സദ്യയിൽ അതിഥികൾക്ക് വെള്ളം വിളമ്പിക്കൊടുക്കുന്ന ആളായിരുന്നു, ലോകത്തിന്റെ നേതാവ്. എങ്കിൽ നമ്മളാരാണ് മാറി നിൽക്കാൻ? സഹോദരങ്ങളെ, സദ്യകളെക്കുറിച്ചുള്ള ഈ ചർച്ചയിൽ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്തൊരു വിഭാഗമുണ്ട്. ആരാണെന്നോ? നമ്മുടെ വീടുകളിൽ ജോലിക്ക് നിൽക്കുന്നവർ, നമ്മുടെ ഡ്രൈവർമാർ, നമ്മുടെ സ്ഥാപനങ്ങളിലെ താഴ്ന്ന ജോലിക്കാർ. പലപ്പോഴും കല്യാണ വീടുകളിൽ ഇവർ അദൃശ്യരായ മനുഷ്യരാണ്, ഇൻവിസിബിൾ പീപ്പിൾ. അവർ ഓടി നടന്ന് പണിയെടുക്കുന്നു, പാത്രങ്ങൾ കഴുകുന്നു, ഭക്ഷണം വിളമ്പുന്നു, കാറുകൾ പാർക്ക് ചെയ്യുന്നു. പക്ഷെ അവർ ഭക്ഷണം കഴിച്ചോ എന്ന് ആരും ചോദിക്കാറില്ല. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എല്ലാ അതിഥികളും പോയിക്കഴിഞ്ഞ് ബാക്കി വന്ന തണുത്ത ഭക്ഷണമാണ്. ഇത് ക്രൂരതയല്ലേ? നബി പറഞ്ഞു, നിങ്ങളുടെ സേവകർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. അല്ലാഹു അവരെ നിങ്ങളുടെ കീഴിലാക്കിയെന്ന് മാത്രം. അതിനാൽ ആരുടെയെങ്കിലും കീഴിൽ അവന്റെ സഹോദരനുണ്ടെങ്കിൽ താൻ കഴിക്കുന്നതിൽ നിന്ന് അവനെ ഭക്ഷിപ്പിക്കട്ടെ, താൻ ധരിക്കുന്നതിൽ നിന്ന് അവനെ ധരിപ്പിക്കട്ടെ. ശ്രദ്ധിക്കൂ, ബാക്കി വന്നത് കൊടുക്കുക എന്നല്ല പറഞ്ഞത്, താൻ കഴിക്കുന്നത് മിമ്മാ യഅകുലു കൊടുക്കുക എന്നാണ്. നിങ്ങൾ ചിക്കൻ കഴിക്കുമ്പോൾ അവർക്ക് വെറും ചോറ് കൊടുക്കരുത്. നിങ്ങളെപ്പോലെ തന്നെ അവർക്കും രുചിയറിയുന്ന നാക്കുണ്ട്, വിശക്കുന്ന വയറുണ്ട്, ആഗ്രഹിക്കുന്ന മനസ്സുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു നബിയുടെ കൂടെ 10 വർഷം സേവനം ചെയ്തു. അദ്ദേഹം പറയുന്നു, ആ 10 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും നബി എന്നോട് ഛേ എന്നോ നീ എന്തിനത് ചെയ്തു എന്നോ നീ എന്തിനത് ചെയ്തില്ല എന്നോ ചോദിച്ചിട്ടില്ല. നമ്മുടെ സദ്യകളിൽ പലപ്പോഴും കേൾക്കുന്ന ശബ്ദമെന്താണ്? സേവകരോടുള്ള ആക്രോശങ്ങളാണ്. എടാ അവിടെ നോക്ക്, വേഗം വിളമ്പടാ എന്നൊക്കെയുള്ള വിളികൾ. ഈ വിളികൾക്കിടയിൽ നമ്മളൊരു കാര്യം മറക്കുന്നു: അവരും അല്ലാഹുവിന്റെ അടിമകളാണ്. നിങ്ങളുടെ സദ്യയിൽ ഏറ്റവും രുചികരമായ ഭക്ഷണം ആദ്യം കഴിക്കേണ്ടത് ആരാണെന്നറിയാമോ? ആ ഭക്ഷണം പാകം ചെയ്തവരും അത് വിളമ്പുന്നവരുമാണ്. കാരണം ആ ഭക്ഷണത്തിന്റെ സുഗന്ധം അവരുടെ മൂക്കിലടിച്ചിട്ടുണ്ട്, അവരുടെ മനസ്സ് അത് ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ആഗ്രഹം ബാക്കി നിൽക്കെ അവർ മറ്റുള്ളവർക്ക് വിളമ്പുമ്പോൾ അവരുടെ കണ്ണുതട്ടൽ അല്ലെങ്കിൽ നസർ ആ ഭക്ഷണത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പണ്ടുള്ള കാരണവന്മാർ പറയുമായിരുന്നു, വിളമ്പുന്നവർക്ക് ആദ്യം കൊടുക്കുക എന്ന്. അത് വെറുമൊരു മര്യാദയല്ല, അതൊരാത്മീയ സുരക്ഷ കൂടിയാണ്. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ സദ്യകളിലെ മത്സരം. എന്റെ സദ്യ അവന്റെ സദ്യയേക്കാൾ കേമനാകണം. അവൻ 10 തരം വിഭവം വെച്ചു, ഞാൻ 15 വയ്ക്കും. അവൻ ഐസ്ക്രീം കൊടുത്തു, ഞാൻ ഫ്രൂട്ട് സാലഡ് കൂടെ കൊടുക്കും. ഈ മത്സരം എന്തിനുവേണ്ടിയാണ്? അല്ലാഹു ഖുർആനിൽ പറയുന്നു, അൽഹാക്കുമുത്തക്കാസുർ, പരസ്പരം പെരുപ്പിച്ചു കാണിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഖബർ വരെ ഈ മത്സരം തുടരും. നിങ്ങൾ 15 കൂട്ടം കറി വെച്ചതുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങളുടെ പദവി കൂടില്ല. പക്ഷേ ആ പണം കൊണ്ട് കല്യാണത്തിന് വരാൻ നല്ല ഉടുപ്പില്ലാത്തൊരു പാവത്തിന് നിങ്ങൾ ഒരു ജോഡി വസ്ത്രം വാങ്ങിക്കൊടുത്താൽ അതാണ് അല്ലാഹുവിന്റെ അടുക്കൽ ലക്ഷറി. ഒരു സംഭവകഥ പറയാം. മദീനയിൽ ഒരു കാലത്ത് വലിയ വരൾച്ച വന്നു.
ആളുകൾക്ക് വെള്ളമില്ല, ഭക്ഷണമില്ല. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വലിയൊരു കച്ചവട സംഘം മദീനയിലെത്തി. 1000 ഒട്ടകങ്ങൾ നിറയെ ഗോതമ്പും ഭക്ഷണവും. മദീനയിലെ കച്ചവടക്കാർ ഓടിവന്നു. ഞങ്ങൾ ഇരട്ടി വില തരാം, ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, കൂടുതൽ തരാൻ ആരെങ്കിലുമുണ്ടോ? അവർ പറഞ്ഞു, 3 ഇരട്ടി തരാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, കൂടുതൽ തരാൻ ആരെങ്കിലുമുണ്ടോ? കച്ചവടക്കാർ അത്ഭുതപ്പെട്ടു. മദീനയിൽ ഞങ്ങളെക്കാൾ വില തരാൻ വേറെ ആരാണുള്ളത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹു എനിക്ക് 10 ഇരട്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 1-ന് 10. അതിൽ കൂടുതൽ തരാൻ നിങ്ങൾക്കാകുമോ? എന്നിട്ട് അദ്ദേഹം ആ 1000 ഒട്ടകങ്ങളെയും അതിലെ മുഴുവൻ ഭക്ഷണവും മദീനയിലെ പാവങ്ങൾക്കായി ദാനം ചെയ്തു. ഇതാണ് കച്ചവടം, അല്ലാഹുമായുള്ള കച്ചവടം. നമ്മുടെ സദ്യകൾ അല്ലാഹുമായുള്ള കച്ചവടമാകണം, നാട്ടുകാരുമായുള്ള മത്സരമാകരുത്. നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് സ്വർണ്ണത്തിൽ പൊതിയുന്നതിനു പകരം ആ പണം കൊണ്ട് മഹല്ലിലെ 5 പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം നടത്തിക്കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? എങ്കിൽ നിങ്ങളുടെ മകളുടെ ജീവിതത്തിലുണ്ടാകുന്ന സമാധാനം ലോകത്തെ ഒരു സ്വർണത്തിനും നൽകാൻ കഴിയില്ല. സദ്യ എന്നത് അന്നദാനമാണ്. അത് ഏറ്റവും വലിയ പുണ്യമാണ്. ഏത് ഇസ്ലാമാണ് ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞതെന്താണ്? തുത്ഇമു ത്വആം, നീ ഭക്ഷണം നൽകുക. പക്ഷേ ആ ഭക്ഷണം നൽകൽ ആർക്ക് നൽകുന്നു എന്നതിലാണ് കാര്യം. വിശപ്പില്ലാത്തവനെ നിർബന്ധിച്ചു കൊടുക്കുന്നതല്ല പുണ്യം, വിശപ്പുകൊണ്ട് കരിയുന്ന വയറിലേക്ക് കൊടുക്കുന്നതാണ് പുണ്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ചിന്താഗതി മാറണം. ക്ഷണക്കത്തയക്കുമ്പോൾ ആദ്യം പാവപ്പെട്ടവരെ ഓർക്കുക. പന്തലിൽ സീറ്റ് കൊടുക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് മുൻഗണന നൽകുക. ഭക്ഷണം വിളമ്പുമ്പോൾ സ്നേഹം കൂടെ വിളമ്പുക. ബാക്കി വരുന്നത് കളയാതെ അർഹരായവർക്ക് അപ്പപ്പോൾ എത്തിക്കുക. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ സദ്യകൾ ഷർറുത്വആം എന്ന ലിസ്റ്റിൽ നിന്നു മാറി ഖൈറുത്വആം എന്ന ലിസ്റ്റിൽ വരും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദ്യയെക്കുറിച്ചും വിരുന്നിനെക്കുറിച്ചും പറയുമ്പോൾ നാം വിസ്മരിക്കാൻ പാടില്ലാത്ത മറ്റൊരു പ്രധാന കാര്യമുണ്ട്: നമ്മുടെ അയൽക്കാർ. ഇന്നത്തെ ഫ്ളാറ്റ് സംസ്കാരത്തിൽ തൊട്ടടുത്ത ഫ്ളാറ്റിൽ ആരാണ് താമസിക്കുന്നതെന്നുപോലും നമുക്കറിയില്ല. പക്ഷേ ഇസ്ലാം അയൽവാസിക്ക് നൽകിയ സ്ഥാനം എത്ര വലുതാണെന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ അലൈഹി എന്നോട് അയൽവാസിയുടെ കാര്യം ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. എത്രത്തോളമെന്നാൽ അയൽവാസിക്ക് എന്റെ സ്വത്തിൽ അനന്തരാവകാശം നൽകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടുപോയി. നിങ്ങളൊരു സദ്യ നടത്തുമ്പോൾ നിങ്ങളുടെ മതിലിനപ്പുറത്ത് താമസിക്കുന്ന അയൽവാസി, അവൻ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, പാവപ്പെട്ടവനാകട്ടെ പണക്കാരനാകട്ടെ, അവനെ വിളിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സദ്യ അപൂർണമാണ്. പ്രത്യേകിച്ച് അവൻ പാവപ്പെട്ടവനാണെങ്കിൽ. നിങ്ങളുടെ വീട്ടിൽ ബിരിയാണി മണക്കുമ്പോൾ അവന്റെ കുട്ടികൾ അത് ശ്വസിച്ചു കുതിക്കുന്നുണ്ടാകും. ആ കൊതി, ആ നെടുവീർപ്പ്, അത് നിങ്ങളുടെ വീടിന്റെ ബർക്കത്ത് കെടുത്തും. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ അബൂദർ, നീ കറി വെക്കുമ്പോൾ അതിലൽപ്പം വെള്ളം കൂടുതൽ ചേർക്കുക, എന്നിട്ട് നിന്റെ അയൽവാസികളെ പരിഗണിക്കുക. ഇവിടെ വെള്ളം കൂടുതൽ ചേർക്കുക എന്ന് പറഞ്ഞത് പിശുക്ക് കാണിക്കാനല്ല, മറിച്ച് കൂടുതൽ ആളുകൾക്ക് അത് എത്തിക്കാനുള്ള ആഗ്രഹത്തെയാണ് കാണിക്കുന്നത്. കറിയുടെ കട്ടി കുറഞ്ഞാലും സാരമില്ല, സ്നേഹത്തിന് കട്ടി കൂടണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രവണതയുണ്ട്: കല്യാണത്തിന് ഓഡിറ്റോറിയം സംസ്കാരം. വീടിന്റെ പരിസരത്തുള്ള അയൽക്കാരെ ആരെയും അറിയില്ല, ദൂരെയുള്ള വലിയ ഹാളിൽ വെച്ച് നടത്തുന്നു. കാറുള്ളവർ മാത്രം വരുന്നു. അയൽപ്പക്കത്തെ പാവപ്പെട്ടവർക്ക് അവിടെ എത്താൻ വണ്ടിക്കൂലിക്ക് പോലും വകയുണ്ടാകില്ല. അങ്ങനെ അവരെ തന്ത്രപൂർവ്വം ഒഴിവാക്കുന്നു. ഇത് ശരിയല്ല. നിങ്ങൾ ഓഡിറ്റോറിയത്തിലാണ് നടത്തുന്നതെങ്കിൽ പോലും അയൽക്കാർക്ക് വാഹനം ഏർപ്പാടാക്കണം, അല്ലെങ്കിൽ അവർക്കുള്ള ഭക്ഷണം അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കണം. ഒരു കഥ ഓർമ്മ വരുന്നു. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു എന്ന വലിയ പണ്ഡിതൻ. അദ്ദേഹം ഹജ്ജിന് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. യാത്രയ്ക്കിടയിൽ അദ്ദേഹം ഒരു സ്ത്രീയെ കണ്ടു. ചത്ത കോഴിയെ മാലിന്യത്തിൽ നിന്ന് പെറുക്കിയെടുക്കുന്ന സ്ത്രീ. അദ്ദേഹം ഞെട്ടിപ്പോയി. അദ്ദേഹം ചോദിച്ചു, സഹോദരി, ഇതെന്തിനാണ്? ആ സ്ത്രീ പറഞ്ഞു, ഞാനും എന്റെ കുട്ടികളും പട്ടിണിയിലാണ്, ഞങ്ങൾക്കിത് ഹലാലാണ്, അഥവാ നിർബന്ധിതാവസ്ഥയിൽ. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. അദ്ദേഹം തന്റെ ഹജ്ജിന് കരുതിവെച്ച പണം മുഴുവൻ ആ സ്ത്രീക്ക് കൊടുത്തു. എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി. ആ വർഷം അദ്ദേഹം ഹജ്ജ് ചെയ്തില്ല. പക്ഷേ ജനങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ താങ്കളെ അറഫയിൽ കണ്ടല്ലോ, മിനയിൽ കണ്ടല്ലോ. അല്ലാഹു അദ്ദേഹത്തിന്റെ സൽപ്രവൃത്തി ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു മലക്കിനെ അദ്ദേഹത്തിന്റെ രൂപത്തിൽ ഹജ്ജ് ചെയ്യാൻ നിയോഗിച്ചു എന്നാണ് ചരിത്രം. കണ്ടോ, ഒരാളുടെ പട്ടിണി മാറ്റിയപ്പോൾ അല്ലാഹു അദ്ദേഹത്തിന് നൽകിയത് വീട്ടിലിരുന്ന് ഹജ്ജ് ചെയ്ത പുണ്യമാണ്. നിങ്ങളുടെ സദ്യ കൊണ്ട് ഒരാളുടെ വിശപ്പ് മാറിയാൽ അത് 1000 സദ്യകളേക്കാൾ പുണ്യമാണ്. സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും പാരമ്പര്യം എന്ന പേരിൽ പലതും ചെയ്യുന്നു. പണ്ടുമുതലേ ഇങ്ങനെയാണ്, എല്ലാവരെയും വിളിക്കണം,
എന്ന്. പക്ഷേ ആ പാരമ്പര്യത്തിൽ നിന്ന് പാവപ്പെട്ടവൻ എന്ന കണ്ണി അറ്റുപോയിരിക്കുന്നു. നമ്മുടെ മഹല്ലുകളിൽ എത്രയോ വീടുകളുണ്ട്, മാസങ്ങളായി ഇറച്ചി മീൻ കൂട്ടാത്തവർ. നിങ്ങളുടെ സദ്യയിലെ ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് ഒരു വർഷത്തെ സന്തോഷമാണ്. ആ സന്തോഷം നൽകാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ എന്തിനാണ് മുഖം തിരിക്കുന്നത്? ചിലർ പറയും, അവർ വന്നാൽ വസ്ത്രധാരണം മോശമായിരിക്കും, അത് വീഡിയോയിൽ കാണുമ്പോൾ ഭംഗിയുണ്ടാകില്ല. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഭംഗിയുള്ള വീഡിയോ ഏതാണെന്നറിയാമോ? കീറിയ വസ്ത്രം ധരിച്ച ഒരു പാവപ്പെട്ടവൻ നിങ്ങളുടെ സദ്യയുണ്ട് ചിരിക്കുന്ന ദൃശ്യമാണ്. ആ ദൃശ്യം നാളെ മഹ്ശറയിൽ പ്രദർശിപ്പിക്കുമ്പോൾ നിങ്ങൾ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കും. ഇനിയൊരു പ്രായോഗിക നിർദ്ദേശം. നിങ്ങളുടെ സദ്യയുടെ ബജറ്റിൽ നിന്ന് ഒരു 10% മാറ്റിവെക്കുക. എന്നിട്ട് അത് നിങ്ങളുടെ നാട്ടിലെ പാലിയേറ്റീവ് കെയറിലോ അഗതി മന്ദിരത്തിലോ ഉള്ള രോഗികൾക്ക് ഭക്ഷണം നൽകാൻ ഉപയോഗിക്കുക. നിങ്ങളുടെ കല്യാണപ്പന്തലിൽ ആരവം നടക്കുമ്പോൾ അവിടെ കിടപ്പിലായ ഒരു രോഗി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. റബ്ബേ, എനിക്കീ ഭക്ഷണം നൽകിയവർക്ക് നീ ആഫിയത്ത് നൽകണേ. ആ ദുആ മതി ഏതു വലിയ ആശുപത്രിയിലും കിട്ടാത്ത ചികിത്സയാണത്. നമ്മുടെ സന്തോഷങ്ങൾ സ്വാർത്ഥമാകരുത്. ഞാനും എന്റെ കുടുംബവും എന്ന വൃത്തത്തിൽ നിന്ന് പുറത്തു കടക്കണം. നമ്മളും നമ്മുടെ സമൂഹവും എന്ന ചിന്തയിലേക്ക് വളരണം. അല്ലാഹു ഖുർആനിൽ സ്വർഗ്ഗവാസികളെക്കുറിച്ച് പറയുന്നു, അവർ ഭൂമിയിൽ വച്ച് അഗതികൾക്കും അനാഥർക്കും ഭക്ഷണം നൽകുന്നവരായിരുന്നു. അതായത് സ്വർഗ്ഗത്തിലേക്കുള്ള ടിക്കറ്റാണ് ഈ അന്നദാനം. ആ ടിക്കറ്റ് കീറിക്കളയരുത്, കേവലം ലൗകികമായ ദുരഭിമാനത്തിനു വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ചിന്തിക്കേണ്ടത് ഈ വിഷയത്തിന്റെ മറ്റൊരു വശമാണ്. നമ്മൾ പാവപ്പെട്ടവരെ സദ്യയ്ക്ക് വിളിച്ചാൽ മാത്രം പോരാ, അവരോട് അവിടെ വെച്ച് എങ്ങനെ പെരുമാറുന്നു എന്നതും പ്രധാനമാണ്. ചില സദ്യകളിൽ പാവപ്പെട്ടവരെ വിളിക്കും, പക്ഷേ അവർക്ക് ഇരിക്കാൻ കൊടുക്കുന്നത് ഏറ്റവും പിറകിലെ സീറ്റായിരിക്കും, അല്ലെങ്കിൽ അടുക്കളയോട് ചേർന്നുള്ള സ്ഥലത്തായിരിക്കും. ഭക്ഷണം വിളമ്പുന്നവർ പോലും അവരോട് മുഖം കറുപ്പിച്ചാകും പെരുമാറുക. വേഗം കഴിച്ചു പോകൂ എന്ന ഭാവം. ഇത് റിയാ ആണ്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം വിളിക്കുക, ഉള്ളിൽ പുച്ഛം സൂക്ഷിക്കുക. ഇത് അല്ലാഹുവിന് വെറുപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിമായ തന്റെ സഹോദരനെ ആരെങ്കിലും നിന്ദിച്ചാൽ അത് മാത്രം മതി അവന് പാപം ലഭിക്കാൻ. ഒരു പാവപ്പെട്ടവൻ നിങ്ങളുടെ സദ്യയ്ക്ക് വരുമ്പോൾ അവൻ നിങ്ങളുടെ അതിഥിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അതിഥിയെ ആദരിക്കൽ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ല. ഒരു സംഭവം പറയാം. ഒരിക്കൽ ഒരു വലിയ പണ്ഡിതന്റെ വീട്ടിൽ സദ്യ നടക്കുന്നു. അവിടേക്ക് കീറിയ വസ്ത്രം ധരിച്ച ഒരാൾ കയറി വന്നു. ആളുകൾ അയാളെ തടഞ്ഞു. ഇവിടെ ഭിക്ഷക്കാർക്ക് പ്രവേശനമില്ല എന്നു പറഞ്ഞു. ആ പണ്ഡിതൻ ഇത് കണ്ടു. അദ്ദേഹം ഓടിച്ചെന്ന് ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് തന്റെ കൂടെ പ്രധാന മേശയിൽ ഇരുത്തി. ആളുകൾ ചോദിച്ചു, ഇതാരെന്ന് അങ്ങേക്കറിയാമോ? പണ്ഡിതൻ പറഞ്ഞു, ഇദ്ദേഹം എന്റെ സഹോദരനാണ്, ആദമിലെ എന്റെ സഹോദരൻ. ഇദ്ദേഹത്തിന് വിശക്കുന്നുണ്ടെങ്കിൽ എന്റെ വയർ നിറഞ്ഞിട്ട് എന്ത് കാര്യം? ഈ മനോഭാവം നമുക്ക് വേണം. നമ്മുടെ സദ്യകളിൽ VIP-കൾക്ക് കൊടുക്കുന്ന അതേ പരിഗണന, അതേ സ്നേഹം, അതേ പുഞ്ചിരി ആ പാവപ്പെട്ടവനും കിട്ടണം. നിങ്ങൾ അവനെ വിളമ്പുമ്പോൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിക്കണം. കഴിച്ചോളൂ, ഇനിയും വേണോ എന്ന് ചോദിക്കണം. ആ ചോദ്യം അവന്റെ വയറു മാത്രമല്ല, മനസ്സും നിറയ്ക്കും. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പാവപ്പെട്ടവർ സദ്യയ്ക്ക് വന്നാൽ അവർക്ക് ഭക്ഷണം പാർസൽ കൊടുത്തു വിടുന്ന രീതി. വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചോളൂ എന്ന് പറയും. അത് ചിലപ്പോൾ അവർക്ക് സൗകര്യമായിരിക്കും. പക്ഷേ ചിലപ്പോഴെങ്കിലും അവരെ അവിടെ ഇരുത്തി കഴിപ്പിക്കണം. കാരണം നിങ്ങളും ഞങ്ങളും തുല്യരാണ് എന്ന സന്ദേശം നൽകാൻ അതാവശ്യമാണ്. അവരെ ഒപ്പമിരുത്തുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് അതൊരു വലിയ പാഠമാകും. ഉപ്പ, ആ അമ്മാവൻ ആരാണ് എന്ന് മകൻ ചോദിക്കുമ്പോൾ, മോനെ, അദ്ദേഹം നമ്മുടെ അതിഥിയാണ്, ബഹുമാനിക്കണം എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. അതാ കുട്ടിയുടെ സ്വഭാവം രൂപപ്പെടുത്തും. നമ്മൾ പലപ്പോഴും പരാതിപ്പെടുന്നു, പുതിയ തലമുറയ്ക്ക് സ്നേഹമില്ല, ബഹുമാനമില്ല എന്ന്. പക്ഷേ നമ്മൾ അവർക്ക് എന്താണ് കാണിച്ചു കൊടുക്കുന്നത്? പണമുള്ളവനെ മാത്രം ബഹുമാനിക്കുന്ന മാതാപിതാക്കളെ കണ്ടാൽ മക്കളും അത് തന്നെ പഠിക്കും. പാവപ്പെട്ടവനെ ആട്ടിയോടിക്കുന്നത് കണ്ടാൽ മക്കളും നാളെ നിങ്ങളെ വൃദ്ധസദനത്തിലാക്കും. കാരണം ഉപയോഗമില്ലാത്തതിനെ ഒഴിവാക്കുക എന്ന പാഠം അവർ പഠിച്ചത് നിങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ സദ്യകൾ ഒരു സ്കൂളാകട്ടെ, മനുഷ്യസ്നേഹത്തിന്റെ പാഠശാല. മറ്റൊരു കാര്യം, സദ്യയിലെ ഭക്ഷണം. ചിലർ പാവപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ വില കുറഞ്ഞ അരിയും പണക്കാർക്ക് കൊടുക്കുമ്പോൾ ബസുമതി അരിയും ഉപയോഗിക്കാറുണ്ട്. ഒരേ പന്തലിൽ 2 തരം ഭക്ഷണം. ഇത് ഇസ്ലാമിക വിരുദ്ധമാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് ചിലവഴിക്കുന്നതുവരെ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുകയില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തത് മറ്റൊരാൾക്ക് കൊടുക്കരുത്. അത് ദാനമല്ല, അത് മാലിന്യം ഒഴിവാക്കലാണ്. പാവപ്പെട്ടവന് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല കഷ്ണം ഇറച്ചി കൊടുക്കാൻ ശ്രമിക്കുക. അതവന്റെ പാത്രത്തിൽ വീഴുമ്പോൾ അവന്റെ മുഖത്തുണ്ടാകുന്ന ആ വിടരൽ
അത് സ്വർഗ്ഗത്തിലെ പൂക്കൾ വിരിയുന്നതിന് തുല്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു ദാനം ചെയ്യുമ്പോൾ ആ നാണയത്തിൽ സുഗന്ധം പൂശുമായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് പാവപ്പെട്ടവന്റെ കയ്യിലെത്തുന്നതിനു മുമ്പ് അല്ലാഹുവിന്റെ കയ്യിലാണെത്തുന്നത്. നമ്മുടെ സദ്യയും അല്ലാഹുവിന്റെ കയ്യിലേക്കാണെത്തുന്നത്. അതുകൊണ്ടത് ഏറ്റവും മനോഹരമായിരിക്കണം, രുചിയിൽ മാത്രമല്ല നൽകുന്ന രീതിയിലും. ഓർക്കുക, ആരും കൊതിച്ചുകൊണ്ട് ദാരിദ്ര്യം വാങ്ങുന്നില്ല, സാഹചര്യങ്ങളാണ് അവരെ ദരിദ്രരാക്കുന്നത്. നാളെ ഒരുപക്ഷെ ആ സ്ഥാനം മാറിയേക്കാം. അല്ലാഹുവിനൊട്ടും പ്രയാസമില്ല ഇന്ന് കാറിലിരിക്കുന്നവനെ നാളെ തെരുവിൽ നിർത്താൻ, ഇന്ന് തെരുവിൽ നിൽക്കുന്നവനെ നാളെ കൊട്ടാരത്തിലിരുത്താൻ. അതുകൊണ്ട് അഹങ്കരിക്കരുത്. എനിക്ക് കഴിവുണ്ട്, ഞാൻ കൊടുക്കുന്നു എന്ന് ചിന്തിക്കരുത്. അല്ലാഹു എന്നെ ഏൽപ്പിച്ചു, ഞാൻ വിതരണം ചെയ്യുന്നു എന്ന് ചിന്തിക്കുക. നിങ്ങളൊരു ട്രസ്റ്റി മാത്രമാണ്, ഉടമസ്ഥൻ അല്ലാഹുവാണ്. സദ്യ കഴിഞ്ഞാൽ പാവപ്പെട്ടവൻ ഇറങ്ങിപ്പോകുമ്പോൾ അവനെ യാത്രയയക്കാൻ വാതിൽ വരെ ചെല്ലുക. വന്നതിൽ സന്തോഷമെന്ന് പറയുക. അവനൊരു ചെറിയ സമ്മാനം കൂടി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു പാക്കറ്റ് മധുരമോ വസ്ത്രമോ അത് നൽകുക. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഇതിന് അല്ലാഹുവിന്റെ ത്രാസിൽ മലയോളം ഭാരമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ മാറ്റം വരേണ്ടത് താഴെത്തട്ടിൽ നിന്നല്ല, മുകളിൽ നിന്നാണ്. പണക്കാർ എപ്പോൾ പാവങ്ങളെ ചേർത്തുപിടിക്കുന്നുവോ അപ്പോൾ സമൂഹം നന്നാകും. അസൂയയും പകയും മാറും. പാവപ്പെട്ടവൻ പണക്കാരനെ നോക്കി ഇവൻ അഹങ്കാരിയാണ് എന്നു പറയില്ല, പകരം ഇവൻ അല്ലാഹുവിന്റെ റഹ്മത്താണ് എന്നു പറയും. ആ സ്നേഹം വളർത്താനാണ് നബി സദ്യകളിൽ വിവേചനം പാടില്ല എന്ന് കർശനമായി പറഞ്ഞത്. സഹോദരീസഹോദരന്മാരെ, ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം ക്ഷണിക്കപ്പെടാത്ത അതിഥികളാണ്. ചിലപ്പോൾ സദ്യ നടക്കുമ്പോൾ നാം ക്ഷണിക്കാത്ത ചിലർ കടന്നുവരും. ഒരുപക്ഷെ വഴിപോക്കർ, അല്ലെങ്കിൽ വിശക്കുന്ന പാവങ്ങൾ. ഇവിടെ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഇവരെ ആര് വിളിച്ചു, ഗേറ്റ് അടയ്ക്കൂ എന്നു പറയണോ? അതോ അല്ലാഹു അയച്ച അതിഥികളാണ് എന്ന് കരുതി സ്വീകരിക്കണം? ഒരു ഹദീസ് ഓർമ്മ വരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അബൂ ശുവൈബ് എന്ന അൻസാരി നബിയെയും കൂടെ 4 പേരെയും ഭക്ഷണത്തിന് ക്ഷണിച്ചു. അങ്ങനെ അവർ 5 പേർ നടന്നുപോകുമ്പോൾ 6ാമനായി ഒരാൾ കൂടെ കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ശുവൈബിന്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവൻ ഞങ്ങളുടെ കൂടെ വന്നതാണ്. നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇവൻ അനുവാദം നൽകാം, അല്ലെങ്കിൽ ഇവൻ തിരിച്ചു പോകട്ടെ. അബൂ ശുവൈബ് റളിയല്ലാഹു പറഞ്ഞു, അല്ല റസൂലേ, ഞാൻ അവൻ അനുവാദം നൽകുന്നു. നോക്കൂ, ക്ഷണിക്കപ്പെടാതെ വന്ന ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആട്ടിപ്പായിച്ചില്ല. ആതിഥേയനോട് അനുവാദം ചോദിച്ചു. ആതിഥേയനാകട്ടെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇന്നത്തെ നമ്മുടെ സദ്യകളിൽ പാസ് ഇല്ലാത്തവർക്ക് പ്രവേശനമില്ല. സെക്യൂരിറ്റിക്കാർ അവരെ തടയുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി വരുന്നവനെ തടയുന്നത് എത്ര വലിയ ക്രൂരതയാണ്. ചിലപ്പോൾ ആ വരുന്നവരിൽ അല്ലാഹുവിന്റെ വലിയ ഔലിയാക്കൾ, അതായത് പുണ്യവാന്മാർ വേഷപ്രച്ഛന്നരായി ഉണ്ടാകാം. അല്ലെങ്കിൽ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നതാകാം, നമുക്കറിയില്ലല്ലോ. പണ്ടുള്ളവർ പറയും, വരുന്നവരെയെല്ലാം ഊട്ടുക, അതിൽ ഖിളിർ അലൈഹിയുണ്ടാകാം. അതൊരു വിശ്വാസമാണ്. ആരെയും മടക്കി അയക്കരുത് എന്ന പാഠമാണതിലുള്ളത്. സഹോദരങ്ങളെ, ഭക്ഷണമെന്നത് അല്ലാഹുവിന്റെ വകയാണ്. അതാർക്കൊക്കെയുള്ളതാണെന്ന് അവൻ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കലത്തിൽ വേവുന്ന അരി ആരുടെ വയറ്റിലേക്കാണെന്ന് അതിലെഴുതിവെച്ചിട്ടുണ്ട്. നിങ്ങൾ തടഞ്ഞാലും അതവന് കിട്ടും. നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് കൂലി കിട്ടും. അത്രമാത്രം. ഇനി വിവാഹസദ്യകളിലെ ധൂർത്തിനെക്കുറിച്ച് ഒന്നുകൂടി പറയേണ്ടതുണ്ട്. ഇന്ന് ഫുഡ് വ്ളോഗിംഗ് കാലമാണ്. സദ്യയുടെ ഭംഗി കാണിക്കാൻ ടേബിളിൽ 50 കൂട്ടം വിഭവങ്ങൾ നിരത്തുന്നു. ആളുകൾ കുറച്ച് കഴിക്കുന്നു, ബാക്കി കളയുന്നു. ഈ ബാക്കി വരുന്ന ഭക്ഷണം അത് ഇസ്രാഫാണ്. ഇസ്രാഫ് ഹറാമാണ്. മദീനയിൽ ഭക്ഷണം താഴെ വീണാൽ അത് തുടച്ചു വൃത്തിയാക്കി കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നിങ്ങളുടെ ഭക്ഷണത്തിൽ എവിടെയാണ് ബറക്കത്ത് എന്ന് നിങ്ങൾക്കറിയില്ല എന്നവിടുന്ന് പറഞ്ഞു. നമ്മളിന്ന് ടണ്ണുകണക്കിന് ബറക്കത്താണ് ചവറ്റുകുട്ടിയിലെറിയുന്നത്. നിങ്ങൾ സദ്യ നടത്തുമ്പോൾ അളവ് കുറയ്ക്കുക, ഗുണം കൂട്ടുക. 10 തരം ഡെസേർട്ട് വെക്കുന്നതിനു പകരം ആ പണം കൊണ്ട് 10 പാവപ്പെട്ട വീടുകളിൽ റേഷൻ വാങ്ങിക്കൊടുക്കുക. ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് 10 വീടുകളിൽ അടുപ്പ് പുകയുന്നു. ആ വീട്ടിലെ ഉമ്മമാർ പറയുന്നു, ആ കല്യാണം കാരണം ഇന്നെന്റെ മക്കൾക്ക് ഭക്ഷണം കിട്ടി. ഇതല്ലേ യഥാർത്ഥ ആഘോഷം? നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുടെ കല്യാണസദ്യകൾ എത്ര ലളിതമായിരുന്നു. സഫിയ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തപ്പോൾ അവിടെ റൊട്ടിയും മാംസവും ഉണ്ടായിരുന്നില്ല. ഈത്തപ്പഴവും നെയ്യും തൈരും കൂട്ടിക്കുഴച്ച ഹൈസ് എന്ന വിഭവമായിരുന്നു സദ്യ. അതായിരുന്നു
ലോകനേതാവിന്റെ വലീമ. നമ്മളിന്ന് ലക്ഷങ്ങൾ പൊടിച്ചു വലീമ നടത്തുന്നു. എന്നിട്ടും വിവാഹമോചനങ്ങൾ കൂടുന്നു, സമാധാനം കുറയുന്നു. കാരണം ലളിതത കൈവിട്ടു, ബറക്കത്ത് നഷ്ടപ്പെട്ടു. ഒരു കാര്യം നാം ഓർക്കണം, ലളിതമായ സദ്യ എന്നത് പിശുക്കല്ല, അത് പാവപ്പെട്ടവനെ കൂടി ഉൾക്കൊള്ളാനുള്ള വിശാലതയാണ്. നിങ്ങൾ വലിയ ആഡംബര സദ്യ നടത്തുമ്പോൾ പാവപ്പെട്ടവൻ വരാൻ മടിക്കും. അയ്യോ, അവിടെ വലിയ ആളുകളാകും, എന്റെ വേഷം മോശമാണ് എന്നവൻ ചിന്തിക്കും. എന്നാൽ സദ്യ ലളിതമാണെങ്കിലോ അവന് ധൈര്യമായി വരാം, അവന് അപകർഷതാബോധമുണ്ടാകില്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, സദ്യയുടെ ലക്ഷ്യം ഹൃദയങ്ങളെ ഒന്നിപ്പിക്കലാണ്. ആഡംബരം ഹൃദയങ്ങളെ അകറ്റും, ലളിതത ഹൃദയങ്ങളെ അടുപ്പിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ സദ്യകൾ ജനകീയമാക്കാം. നാട്ടിലെ പള്ളിയിലെ ഇമാമിനെയും മുഅദ്ദിനെയും ക്ഷണിക്കുക, മദ്രസയിലെ ഉസ്താദുമാരെ ക്ഷണിക്കുക. അവർ സാധാരണക്കാരായിരിക്കും, പക്ഷെ അവരുടെ സാന്നിധ്യം സഭയ്ക്ക് വെളിച്ചം നൽകും. പലപ്പോഴും നമ്മൾ രാഷ്ട്രീയക്കാരെയും സിനിമാക്കാരെയും ക്ഷണിക്കാൻ മത്സരിക്കും. അവർ വന്നാൽ സ്റ്റാറ്റസ് കൂടുമെന്ന് കരുതി. പക്ഷേ അല്ലാഹുവിന്റെ അടുക്കൽ സ്റ്റാറ്റസ് കൂടുന്നത് തഴമ്പ് മുട്ടിയ നെറ്റിയുള്ള സിക്റുകൊണ്ട് നനഞ്ഞ നാക്കുള്ള ആ പാവപ്പെട്ട ഉസ്താദ് വരുമ്പോഴാണ്. നിങ്ങളുടെ സദ്യയിൽ ആരു പങ്കെടുക്കുന്നു എന്നത് നിങ്ങളുടെ ഭാവിയെ ബാധിക്കും. തിന്മ ചെയ്യുന്നവർ, അഹങ്കാരികൾ, അവർ നിങ്ങളുടെ ഭക്ഷണം കഴിച്ചാൽ ആ ഊർജം കൊണ്ട് അവർ വീണ്ടും തിന്മ ചെയ്യും. അതിന്റെ ഒരു പങ്കും നിങ്ങൾക്കും കിട്ടും. എന്നാൽ നല്ലവർ, പാവങ്ങൾ, അവർ നിങ്ങളുടെ ഭക്ഷണം കഴിച്ച് ആ ഊർജം കൊണ്ട് ഇബാദത്ത് ചെയ്താൽ അതിന്റെ പങ്കും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് അതിഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കുക. എന്റെ ഭക്ഷണം ഭയഭക്തിയുള്ളവർ കഴിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. ഇനിയൊരു ചെറിയ നിർദ്ദേശം കൂടി. സദ്യ കഴിഞ്ഞു മടങ്ങുന്ന പാവപ്പെട്ടവർക്ക് വണ്ടിക്കൂലി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. ചിലപ്പോൾ അവർ കിലോമീറ്ററുകൾ നടന്നാകും വന്നിട്ടുണ്ടാവുക. ആ 50 രൂപയോ 100 രൂപയോ അവർക്ക് വലിയ ആശ്വാസമാകും. അതാരും കാണാതെ പോക്കറ്റിൽ വെച്ചു കൊടുക്കുക. ഇത് വണ്ടിക്കൂലിക്കാണ് എന്ന് പറയണ്ട, ഇതൊരു ഹദിയ അഥവാ സമ്മാനമാണ് എന്ന് പറയുക. അവരുടെ അഭിമാനം സംരക്ഷിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സദ്യ വെറുമൊരു ഭക്ഷണമല്ലാതാകും, അതൊരു റഹ്മത്തിന്റെ മഴയായി മാറും. ആ മഴയിൽ നിങ്ങളുടെ കുടുംബം തഴച്ചു വളരും ഇൻഷാ അല്ലാഹ്. സഹോദരീ സഹോദരന്മാരെ, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് സദ്യ നൽകുന്നവരെക്കുറിച്ചാണ്. എന്നാൽ ഈ വിഷയത്തിൽ ക്ഷണിക്കപ്പെടുന്നവർക്കും, അതായത് പാവപ്പെട്ടവർക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ദരിദ്രനാണെന്നതുകൊണ്ടോ അല്ലെങ്കിൽ പണമില്ലാത്തവനാണെന്നതുകൊണ്ടോ സദ്യകളിൽ നിന്ന് മാറി നിൽക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിളിക്കപ്പെട്ടാൽ ഉത്തരം നൽകുക. നിങ്ങളെ ഒരു പണക്കാരൻ ക്ഷണിച്ചാൽ നിങ്ങളുടെ വസ്ത്രം മോശമാണ് എന്ന് കരുതി നിങ്ങൾ പോകാതിരിക്കരുത്. കാരണം നിങ്ങളുടെ സാന്നിധ്യമാണ് അവിടെ ബർക്കത്ത് കൊണ്ടുവരുന്നത്. ചിലപ്പോൾ പാവപ്പെട്ടവർ ചിന്തിക്കും, ഞാൻ പോയാൽ അവർക്ക് നാണക്കേടാകുമോ? ഇല്ല, നിങ്ങളവിടെ ചെല്ലുമ്പോൾ അഹങ്കാരത്തിന്റെ കോട്ടകൾക്ക് വിള്ളൽ വീഴുകയാണ്. നിങ്ങളവിടെ ഇരിക്കുമ്പോൾ അവിടെയുള്ള പണക്കാർക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മ വരും. ഇവനെപ്പോലെ ആകാമായിരുന്ന എന്നെ അല്ലാഹു സമ്പന്നനാക്കിയല്ലോ എന്ന ചിന്ത അവരിലുണ്ടാകും. അത് അവർക്ക് നന്ദിയുള്ളവരാകാൻ കാരണമാകും. അതുകൊണ്ട് പാവപ്പെട്ടവരെ, നിങ്ങളാണ് സദ്യകളിലെ യഥാർത്ഥ ഉത്ബോധകർ. നിങ്ങളുടെ മൗനം പോലും അവിടെ വലിയ പ്രസംഗമാണ്. ഇനി സദ്യ നൽകുന്നവരോടൊരു കാര്യം കൂടി. നമ്മൾ പലപ്പോഴും ഗ്ലാമർ ഇല്ലാത്ത ബന്ധുക്കളെ ഒഴിവാക്കാറുണ്ട്. പ്രായമായ അമ്മായിമാർ, ദൂരെയുള്ള പാവപ്പെട്ട കുടുംബക്കാർ. ബന്ധബന്ധം മുറിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു സദ്യ എന്നത് ബന്ധബന്ധം ചേർക്കാനുള്ള അഥവാ സിലത്തുർ റഹിം ചെയ്യാനുള്ള ഏറ്റവും വലിയ അവസരമാണ്. വർഷങ്ങളായി പിണങ്ങി നിൽക്കുന്നവരെ, കാണാത്തവരെ വിളിച്ചു വരുത്താം. അവരിൽ പാവപ്പെട്ടവരുണ്ടാകും, അവർക്ക് വരാൻ മടിയുണ്ടാകും. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? അവരുടെ വീട്ടിൽ പോയി കൈപിടിച്ച് ക്ഷണിക്കണം. നിങ്ങൾ വന്നാലേ എന്റെ സന്തോഷം പൂർണ്ണമാകൂ എന്ന് പറയണം. നിങ്ങളുടെ കാർ അയച്ചു കൊടുക്കണം. അവർക്ക് പുതുവസ്ത്രം സമ്മാനിക്കണം. എന്നിട്ട് അവരെ സദ്യയ്ക്ക് കൊണ്ടുവരണം. ഇങ്ങനെ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ ആയുസ്സിലും ഉപജീവനത്തിലും ബറക്കത്ത് നൽകും. ഒരു സംഭവം പറയാം. ബഗ്ദാദിൽ ഒരു വലിയ കച്ചവടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ മകന്റെ കല്യാണത്തിന് നഗരത്തിലെ എല്ലാവരെയും വിളിച്ചു. പക്ഷേ തന്റെ ദരിദ്രനായ സഹോദരനെ വിളിച്ചില്ല. കാരണം സഹോദരന്റെ വസ്ത്രം മുഷിഞ്ഞതായിരുന്നു. കല്യാണ ദിവസം ആ സഹോദരൻ സദസ്സിന്റെ ഒരു മൂലയിൽ പതുങ്ങി നിന്നു. കച്ചവടക്കാരൻ കണ്ടപ്പോ മുഖം തിരിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞ് കച്ചവടക്കാരന്റെ ഗോഡൌണിൽ തീ പിടിച്ചു.
എല്ലാം നശിച്ചു. അദ്ദേഹം പാപ്പരായി. ആ സമയത്ത് അദ്ദേഹത്തെ സഹായിക്കാൻ ഓടിയെത്തിയതാരാണെന്നോ? ആ ദരിദ്രനായ സഹോദരൻ. തന്റെ ചെറിയ സമ്പാദ്യം മുഴുവൻ സഹോദരന് കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ചേട്ടാ, നമ്മൾ ഒരേ ചോരയല്ലേ? കച്ചവടക്കാരൻ പൊട്ടിക്കരഞ്ഞു. സമ്പത്തുണ്ടായിരുന്നപ്പോൾ താൻ അവഗണിച്ച സഹോദരൻ തനിക്കൊന്നുമില്ലാത്തപ്പോൾ തണലായി മാറി. സഹോദരങ്ങളെ, പണം ഇന്നു വരും, നാളെ പോകും. പക്ഷേ ബന്ധങ്ങൾ, അത് നിലനിൽക്കും. പാവപ്പെട്ട ബന്ധുക്കളെ സദ്യയിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഭാവിയിലെ താങ്ങാണ് മുറിച്ചുമാറ്റുന്നത്. മറ്റൊരു വിഷയം, സദ്യയിലെ ഇരിപ്പിടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വന്നാൽ എവിടെയാണോ ഒഴിവുള്ളത് അവിടെയിരിക്കും. പ്രത്യേക സീറ്റ് അവിടുന്ന് ആഗ്രഹിച്ചില്ല. പക്ഷേ നമ്മൾ സദ്യകളിൽ കസേരകൾക്കുപോലും ജാതി നിശ്ചയിക്കുന്നു. മുൻനിരയിലെ സോഫകൾ പണക്കാർക്ക്, പിന്നിലെ പ്ലാസ്റ്റിക് കസേരകൾ പാവങ്ങൾക്ക്. ഈ വേർതിരിവ് കാണുമ്പോൾ കുട്ടികൾ എന്തു പഠിക്കും? പണമാണ് വലുത് എന്ന് പഠിക്കും. നാളെ അവർ വലുതാകുമ്പോൾ പണമില്ലാത്ത നിങ്ങളെയും അവർ പിന്നിലെ സീറ്റിലേക്ക് മാറ്റും. കാരണം അത് നിങ്ങളിൽ നിന്ന് അവർ പഠിച്ച പാഠമാണ്. അതുകൊണ്ട് സദ്യകളിൽ റൗണ്ട് ടേബിൾ സംസ്കാരം കൊണ്ടുവരിക. അവിടെ എല്ലാവരും തുല്യരാണ്. ആർക്കും എവിടെയും ഇരിക്കാം. ഒരു മന്ത്രിയുടെ കൂടെ ഒരു കർഷകനിരിക്കട്ടെ, ഒരു ഡോക്ടറുടെ കൂടെ ഒരു ഓട്ടോക്കാരനിരിക്കട്ടെ. അവർ സംസാരിക്കട്ടെ, പരസ്പരം അറിയട്ടെ. ഇതാണ് ഇസ്ലാമിക് സോഷ്യലിസം. വാക്കുകളിലല്ല, പ്രവൃത്തിയിൽ. പിന്നെ ഭക്ഷണം വിളമ്പുമ്പോൾ ആദ്യം ആർക്ക് കൊടുക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വലതുഭാഗത്തുള്ളവന് ആദ്യം. അവിടെ വലതുഭാഗത്തിരിക്കുന്നത് പാവപ്പെട്ടവനാണെങ്കിൽ അവനു കൊടുക്കുക, പണക്കാരനാണെങ്കിൽ അവനു കൊടുക്കുക. അതാണ് നീതി. അല്ലാതെ സാഹിബ് അവിടെ ഇരിക്കുന്നു, ആദ്യം അവിടെ കൊണ്ടുവയ്ക്കൂ എന്നു പറയരുത്. ഇത് അല്ലാഹുവിന്റെ നിയമത്തിനെതിരാണ്. ഒരു ചെറിയ കാര്യം കൂടി. സദ്യ കഴിഞ്ഞാൽ കൈ കഴുകുന്ന സ്ഥലം. അവിടെയും ചിലപ്പോൾ വിവേചനം കാണാം. വിഐപികൾക്ക് ഫിംഗർ ബൗൾ, പാവങ്ങൾക്ക് പൈപ്പിൻ ചുവട്ടിൽ ക്യൂ. സഹോദരങ്ങളെ, ഇതൊക്കെ നിസ്സാരമായി തോന്നാം. പക്ഷേ അല്ലാഹുവിന്റെ അടുക്കൽ ഇത് വലുതാണ്. എല്ലാവർക്കും ഒരേ സൗകര്യം നൽകുക, അല്ലെങ്കിൽ എല്ലാവർക്കും ലളിതമായ സൗകര്യം നൽകുക. നമ്മുടെ ലക്ഷ്യമെന്താവണം? സദ്യ കഴിഞ്ഞു പോകുന്ന ഓരോരുത്തരും പറയണം, മാഷാ അല്ലാഹ്, അവിടെ എല്ലാവരും തുല്യരായിരുന്നു. ആ വാക്കിലുണ്ട് നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം. അവസാനമായൊരു ചിന്ത. നമ്മൾ കൊടുക്കുന്ന സദ്യ നാളെ സ്വർഗ്ഗത്തിലെ സദ്യയിലേക്കുള്ള ക്ഷണക്കത്താണ്. ഇവിടെ നമ്മൾ പാവങ്ങളെ ഊട്ടിയാൽ നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മെ ഊട്ടും. അന്നവർക്ക് നൽകപ്പെടുക മുദ്രവെച്ചപ്പെട്ട ശുദ്ധമായ പാനീയമായിരിക്കും. ഖുർആൻ പറയുന്നു. പക്ഷേ ഇവിടെ നമ്മൾ പാവങ്ങളെ ആട്ടിയാൽ നാളെ സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ നമ്മളും തടയപ്പെട്ടേക്കാം. ഇന്ന് നിങ്ങളെ മറന്നതുപോലെ ഇന്ന് നിങ്ങളും മറക്കപ്പെടുന്നു എന്നല്ലാഹു പറഞ്ഞാൽ അതിലും വലിയ നഷ്ടം വേറെന്തുണ്ട്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സദ്യകൾ ആഘോഷമാക്കുക. പക്ഷേ അത് അഹങ്കാരത്തിന്റെ ആഘോഷമാക്കരുത്. സ്നേഹത്തിന്റെ, കരുണയുടെ ആഘോഷമാക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സദ്യയുടെ ആത്മീയ വശങ്ങളെക്കുറിച്ച് ധാരാളം സംസാരിച്ചു. ഇനി ഇതിന്റെ ഒരു സാമൂഹിക വശം കൂടി, സോഷ്യൽ ആസ്പെക്റ്റ്, നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്നത്തെ കാലത്ത് ദരിദ്രരും ധനികരും തമ്മിലുള്ള അകലം കൂടിക്കൂടി വരികയാണ്. ഗേറ്റഡ് കമ്മ്യൂണിറ്റികളിലാണ് ധനികർ താമസിക്കുന്നത്. അവിടെ പാവപ്പെട്ടവർക്ക് പ്രവേശനമില്ല. അവരുടെ ലോകം വേറെ, ഇവരുടെ ലോകം വേറെ. എന്നാൽ പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അങ്ങനെയായിരുന്നില്ല. ഒരു കല്യാണം വന്നാൽ അത് നാട്ടുകല്യാണമായിരുന്നു. പണക്കാരന്റെ വീട്ടിലെ കല്യാണത്തിന് പാവപ്പെട്ടവനും, പാവപ്പെട്ടവന്റെ വീട്ടിലെ കല്യാണത്തിന് പണക്കാരനും സജീവമായുണ്ടാകും. പന്തലിടാനും സവാളയരിയാനും വിളമ്പാനും എല്ലാവരും ഒന്നിച്ചായിരുന്നു. ആ പഴയകാലത്തെ നന്മ, ആ ഒത്തൊരുമ, അത് തിരിച്ചുപിടിക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള വേദിയാണ് നമ്മുടെ സദ്യകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹാദ്ദൗ തഹാബ്ബു, നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ നൽകുക, നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. ഭക്ഷണമെന്നത് ഒരു വലിയ സമ്മാനമാണ്. ഒരു പാവപ്പെട്ടവന് നിങ്ങൾ നൽകുന്ന ഒരു നേരത്തെ ഭക്ഷണം അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കും. സമൂഹത്തിൽ അസൂയയും വിദ്വേഷവും കുറയ്ക്കാൻ ഇതിലും വലിയ മരുന്നില്ല. ഒരു പാവപ്പെട്ടവൻ നിങ്ങളുടെ വലിയ വീടും കാറും കാണുമ്പോൾ സ്വാഭാവികമായും അവന്റെ മനസ്സിൽ ഒരു ചെറിയ വേദനയുണ്ടാകാം, എനിക്കില്ലല്ലോ എന്ന വേദന. പക്ഷേ ആ വീട്ടിലേക്ക് അവനെ വിളിച്ച് ആ കാറിൽ അവനെ കയറ്റി അവന് ഭക്ഷണം കൊടുക്കുമ്പോൾ ആ വേദന സ്നേഹമായി മാറുന്നു. അല്ലാഹു അവർക്കിനിയും കൊടുക്കട്ടെ എന്നവൻ പ്രാർത്ഥിക്കും. ഇനി നമ്മുടെ യുവാക്കളോടൊരു വാക്ക്.
നിങ്ങളുടെ കല്യാണം നടക്കുമ്പോൾ അത് വെറുമൊരു ആഘോഷം മാത്രമല്ല, അത് നിങ്ങളുടെ പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. ആ തുടക്കം നന്മയിലായിരിക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളെ വിളിക്കുമ്പോൾ പണമുള്ളവരെ മാത്രം വിളിക്കരുത്. പഠിക്കുന്ന കാലത്ത് കൂടെയുണ്ടായിരുന്ന, ഇപ്പോൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സുഹൃത്തുക്കളെ ഓർക്കുക, അവരെ വിളിക്കുക. അവൻ വന്നാൽ എന്റെ സ്റ്റാറ്റസ് കുറയും എന്ന് ചിന്തിക്കരുത്. അവൻ വന്നാലേ നിങ്ങളുടെ സൗഹൃദത്തിന് വിലയുണ്ടാകൂ. പഴയ സുഹൃത്തുക്കളെ അവർ എന്തു വേഷത്തിൽ വന്നാലും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക, എല്ലാവർക്കും പരിചയപ്പെടുത്തുക. ഇതെന്റെ ചങ്കാണ് എന്ന് പറയുക. ആ നിമിഷം ആ സുഹൃത്തിന്റെ കണ്ണിൽ കാണുന്ന സന്തോഷം അത് കോടികൾ കൊടുത്താൽ കിട്ടില്ല. നമ്മൾ പലപ്പോഴും ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളെ ഏൽപ്പിക്കുന്നു. അവർക്ക് പാവങ്ങളെ അറിയില്ല. അവർക്ക് കണക്കുകൾ മാത്രമേ അറിയൂ. പ്ലേറ്റിന് ഇത്ര രൂപ. അതുകൊണ്ട് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം, ഇതിൽ എന്റെ മഹലിലെ പാവങ്ങളുണ്ടോ എന്നുറപ്പുവരുത്തണം. ഒരു കാര്യം കൂടി, സദ്യയ്ക്ക് ശേഷം ബാക്കി വരുന്ന ഭക്ഷണം. ഇവന്റ് മാനേജ്മെന്റുകാർ അത് കൊണ്ടുപോകും, അല്ലെങ്കിൽ കളയും. നിങ്ങൾ നേരത്തെ തന്നെ അവരോട് പറയണം, ബാക്കി വരുന്ന ഭക്ഷണം വൃത്തിയായി പാക്ക് ചെയ്യണം, അത് ഇന്ന സ്ഥലത്ത് എത്തിക്കണം. അതിനുള്ള ഏർപ്പാട് നിങ്ങൾ ചെയ്യണം. നമ്മുടെ നഗരങ്ങളിൽ തെരുവോരങ്ങളിൽ ഉറങ്ങുന്ന എത്രയോ മനുഷ്യരുണ്ട്, ഒരു പൊതിച്ചോറ് കിട്ടിയാൽ അമൃതുപോലെ കഴിക്കുന്നവർ. നിങ്ങളുടെ കല്യാണരാത്രിയിൽ ആ ഭക്ഷണം അവർക്കെത്തിച്ചാൽ അവരുടെ വിശപ്പ് മാറുമ്പോൾ ആകാശത്ത് നിങ്ങൾക്കായി നക്ഷത്രങ്ങൾ പ്രകാശിക്കും. മറ്റൊരു കാര്യം, സദ്യയിലെ ധൂർത്ത് കുറയ്ക്കാൻ പറ്റുന്ന ഒരു വഴിയുണ്ട്. വൺ ഡിഷ് പാർട്ടി. ഒരേ ഒരു പ്രധാന വിഭവം. ഉദാഹരണത്തിന് നല്ലൊരു ബിരിയാണി, കൂടെ സാലഡും അച്ചാറും, മധുരത്തിന് ഒരു പായസം മതി. ഇത് തയ്യാറാക്കാൻ എളുപ്പമാണ്, വിളമ്പാൻ എളുപ്പമാണ്, ചെലവ് കുറവാണ്, ബാക്കി വന്നാൽ വിതരണം ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ 10 കൂട്ടം കറി വയ്ക്കുമ്പോൾ പാചകക്കാർക്ക് ടെൻഷനാണ്, വിളമ്പുന്നവർക്ക് ടെൻഷനാണ്, കഴിക്കുന്നവർക്ക് കൺഫ്യൂഷനാണ്. ലളിതമായ ഭക്ഷണം പക്ഷേ രുചികരമായി സ്നേഹത്തോടെ നൽകുക. ഇമാം മാലിക്കിന്റെ ഒരു ശീലമുണ്ടായിരുന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ ആരെങ്കിലും വന്നാൽ അവരെയും കൂട്ടിയിരുത്തും. അദ്ദേഹം പറയും, ഒരാളുടെ ഭക്ഷണത്തിൽ 2 പേർക്ക് തികയാനുള്ള ബറക്കത്ത് അല്ലാഹു വെച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സ് കണക്ക് പുസ്തകമാകരുത്, സ്നേഹത്തിന്റെ പുസ്തകമാകണം. കണക്ക് നോക്കിയാൽ സദ്യ നഷ്ടമാണ്, സ്നേഹം നോക്കിയാൽ സദ്യ ലാഭമാണ്. അവസാനമായി, സദ്യ നടത്തുന്ന വീടുകളിലെ സ്ത്രീകളോട്, നിങ്ങളുടെ ഭർത്താവോ മകനോ പാവപ്പെട്ടവരെ ക്ഷണിച്ചാൽ മുഖം ചുളിക്കരുത്. അവർ വന്നാൽ വീട് വൃത്തികേടാകും എന്നു പറയരുത്. പകരം അവർ വന്നാൽ വീട് ശുദ്ധിയാകും എന്ന് പറയുക, പാപങ്ങൾ കഴുകിപ്പോകും എന്ന് വിശ്വസിക്കുക. ഫാത്തിമ റളിയല്ലാഹു അൻഹയെപ്പോലെ, ആയിഷ റളിയല്ലാഹു അൻഹയെപ്പോലെ, ഖദീജ റളിയല്ലാഹു അൻഹയെപ്പോലെ വിശാലമായ മനസ്സുള്ളവരാകുക. അവരുടെ വീടുകൾ ചെറുതായിരുന്നു, പക്ഷേ അവരുടെ മനസ്സുകൾ വലുതായിരുന്നു. അതുകൊണ്ട് ലോകം മുഴുവൻ അവരുടെ അതിഥികളായി മാറി. നമ്മുടെ വീടുകൾ വലുതാണ്, പക്ഷേ മനസ്സുകൾ ചുരുങ്ങിപ്പോയോ എന്ന് ഭയപ്പെടണം. സദ്യ എന്നത് ആ ചുരുങ്ങിയ മനസ്സിനെ വലുതാക്കാനുള്ള ഒരു വ്യായാമമാണ്, എക്സസൈസ്. ഓരോ പാവപ്പെട്ടവനെ വിളിക്കുമ്പോഴും നമ്മുടെ മനസ്സ് ഒരൽപ്പം കൂടി വികസിക്കുന്നു. അങ്ങനെ വികസിച്ച് വികസിച്ച് അത് സ്വർഗത്തോളം വലുതാകട്ടെ. സഹോദരീ സഹോദരന്മാരെ, ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം കൃതജ്ഞത അഥവാ ശുക്ർ ആണ്. നമ്മളൊരു സദ്യ നടത്തുമ്പോൾ അത് അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയലാണ്. കല്യാണമാണെങ്കിലും വീടുകൂടലാണെങ്കിലും കുഞ്ഞു ജനിച്ചതാണെങ്കിലും അതെല്ലാം അല്ലാഹുവിന്റെ ദാനമാണ്. ആ ദാനത്തിന് നന്ദി കാണിക്കേണ്ടതെങ്ങനെയാണ്? ലഇൻ ശകർത്തും ലഅസീദന്നക്കും എന്ന് അല്ലാഹു പറയുന്നു. നന്ദി കാണിക്കാനുള്ള ഏറ്റവും നല്ല വഴി ആ അനുഗ്രഹം അല്ലാഹുവിന്റെ ദരിദ്രരായ അടിമകളുമായി പങ്കുവയ്ക്കലാണ്. ഒരു ഉദാഹരണം പറയാം. ഒരാൾക്ക് അല്ലാഹു ഒരു കുഞ്ഞിനെ നൽകി. അവൻ സന്തോഷം കൊണ്ട് അഖീഖത്ത് അറക്കുന്നു. അവൻ ആ ഇറച്ചി മുഴുവൻ സ്വന്തം ഫ്രിഡ്ജിൽ വെച്ചാൽ, അല്ലെങ്കിൽ പണക്കാരായ കൂട്ടുകാർക്ക് മാത്രം കൊടുത്താൽ അത് നന്ദികേടാണ്. പകരം അവൻ ആ ഇറച്ചി പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്താൽ അതാണ് യഥാർത്ഥ ശുക്ർ. ചരിത്രത്തിൽ ഹാത്തിം അത്വാഇ എന്നൊരാളെ കേട്ടിട്ടില്ലേ? അദ്ദേഹം ഇസ്ലാമിന് മുമ്പുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഉദാരത ലോകപ്രശസ്തമാണ്. ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങയേക്കാൾ ഉദാരനായ ആരെങ്കിലുമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട്. ഒരിക്കൽ ഞാൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ദരിദ്രനായ ഗ്രാമീണന്റെ കൂടെ താമസിച്ചു. അവൻ ആകെ 10 ആടുകളെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ എനിക്കുവേണ്ടി ഒരാടിനെ അറുത്തു. ഞാൻ ആ ആടിന്റെ തലച്ചോറ് രുചികരമാണെന്ന് പറഞ്ഞു. ഉടനെ അവൻ പുറത്തുപോയി. കുറേ സമയം കഴിഞ്ഞ് ഞാൻ പുറത്തു ചെന്നപ്പോൾ കണ്ട കാഴ്ച, അവൻ തന്റെ 10 ആടുകളെയും അറുത്തിരിക്കുന്നു, ഓരോന്നിന്റെയും തലച്ചോറ് എനിക്ക് തരാൻ വേണ്ടി. ഹാത്തിം പറഞ്ഞു, ഞാൻ 1000 ഒട്ടകങ്ങളെ ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവൻ തന്റെ ആകെയുള്ള സമ്പത്താണ് എനിക്ക് തന്നത്. അവനാണ് എന്നേക്കാൾ വലിയ ഉദാരൻ. നോക്കൂ, മനസ്സാണ് പ്രധാനം, അളവല്ല.
നിങ്ങളുടെ സദ്യയിൽ 1000 പേരെ വിളിച്ചാലും അതിൽ മനസ്സില്ലെങ്കിൽ കാര്യമില്ല. ഒരു പാവപ്പെട്ടവൻ തന്റെ മകളുടെ കല്യാണത്തിന് ചായയും പരിപ്പുവടയും കൊടുക്കുന്നു. പക്ഷേ അതവൻ നിറമനസ്സോടെ സ്നേഹത്തോടെ കൊടുക്കുന്നുവെങ്കിൽ അതാണ് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സദ്യ. നമ്മൾ സദ്യ നടത്തുമ്പോൾ നാട്ടുനടപ്പ് നോക്കുന്നു. ബിരിയാണിക്ക് ദം പോരാ എന്ന് ആരെങ്കിലും പറയുമോ എന്ന് ഭയക്കുന്നു. എന്നാൽ എന്റെ റബ്ബ് ഇതിൽ തൃപ്തനാണോ എന്ന് നമ്മൾ ഭയക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസൂയ നന്മകളെ തിന്നുകളയും, തീ വിറകിനെ തിന്നുകളയുന്നതുപോലെ. പലപ്പോഴും നമ്മുടെ സദ്യകൾ അസൂയയുടെ പുകപ്പടലങ്ങൾ സൃഷ്ടിക്കുന്നു. അവൻ 5 ലക്ഷത്തിന്റെ പന്തലിട്ടു, എനിക്ക് 10 ലക്ഷത്തിൻ്റേതിടണം. ഈ ചിന്തയോടെ നിങ്ങൾ പന്തലിട്ടാൽ ആ പന്തലിന്റെ ഓരോ തൂണിലും പിശാചു കുടിയിരിക്കും. എന്നാൽ എന്റെ നാട്ടിലെ പാവങ്ങൾക്ക് ഒരു ദിവസം നല്ല ഭക്ഷണം കൊടുക്കണം എന്ന ചിന്തയോടെ നിങ്ങൾ പന്തലിട്ടാൽ ആ പന്തൽ മലക്കുകളുടെ ചിറകുകൾ കൊണ്ട് മൂടപ്പെടും. സഹോദരിങ്ങളെ, ജീവിതം വളരെ ചെറുതാണ്. ഇന്നലെ നമ്മൾ കണ്ട പലരും ഇന്നില്ല. നാളെ നമ്മളുമില്ലാതാകും. നമ്മൾ പോയിക്കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ ഓർക്കുക എങ്ങനെയാണ്? അവൻ വലിയ പണക്കാരനായിരുന്നു എന്ന് പറഞ്ഞാണോ? അതോ അവൻ പാവങ്ങളെ സ്നേഹിച്ചവനായിരുന്നു എന്ന് പറഞ്ഞാണോ? നിങ്ങളുടെ കബറിലേക്ക് വെളിച്ചം വരണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ പാവപ്പെട്ടവരുടെ കുടിലുകളിൽ വെളിച്ചമെത്തിക്കണം. നിങ്ങളുടെ സദ്യയിലെ ഒരു ഉരുള ചോറ് നാളെ നരകത്തീയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന കവചമായി മാറും. ഇനിയൊരു കാര്യം, പ്രാർത്ഥന അഥവാ ദ്വാ. സദ്യ നടത്തുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും ദ്വാ ആണ്. ആരുടെ ദ്വാ ആണ് വേഗം ഉത്തരം ലഭിക്കുക? മദ്ലൂമിന്റെ ദ്വാവും അല്ലാഹുവും തമ്മിൽ മറയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജീവിതത്തിന്റെ ഭാരം ചുമന്ന് തളർന്ന ഒരു മനുഷ്യൻ, സമൂഹം അവഗണിച്ച ഒരു മനുഷ്യൻ, നിങ്ങൾ അവനെ വിളിച്ച് ആദരിച്ച് ഭക്ഷണം കൊടുക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു നെടുവീർപ്പുണ്ട്, അൽഹംദുലില്ലാ എന്ന വാക്ക്. ആ വാക്ക് മതി നിങ്ങളുടെ തലവിധി മാറ്റാൻ. നിങ്ങളുടെ മക്കൾക്ക് നന്മ വരാൻ, രോഗങ്ങൾ മാറാൻ, കടങ്ങൾ വീടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഒരു സദ്യ ഒരുക്കുക, അതിൽ പാവപ്പെട്ടവരെ വിളിക്കുക, അവരെ ഊട്ടുക. അത് വലിയ ചികിത്സയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും വിശാലമായ മനസ്സും നന്മ ചെയ്യാനുള്ള സമ്പത്തും അത് നല്ല വഴിയിൽ ചെലവഴിക്കാനുള്ള ബുദ്ധിയും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ സദ്യകളെ ഇസ്ലാമികമാക്കാൻ കഴിയുക എന്നതാണ്. വെറും പേരിന് മുസ്ലിമായാൽ പോരാ, നമ്മുടെ ആഘോഷങ്ങളും ഇസ്ലാമികമാകണം. ഒന്നാമതായി സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രിയിലെ ഭക്ഷണം നിങ്ങൾ ഉപേക്ഷിക്കരുത്, അതൊരു പിടി കാരക്കയാണെങ്കിൽ പോലും. കാരണം അത്താഴം ഉപേക്ഷിക്കുന്നത് വാർദ്ധക്യത്തെ വേഗത്തിലാക്കും. എന്നാൽ ഇന്നത്തെ നമ്മുടെ സദ്യകൾ രാത്രി വളരെ വൈകിയാണ് നടക്കുന്നത്. 10 മണി, 11 മണി. ഇത് ആരോഗ്യത്തിന് നല്ലതല്ല, ഇസ്ലാമിക ശൈലിയുമല്ല. സദ്യകൾ നേരത്തെയാക്കുക. മഗ്രിബ് നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ ളുഹർ നമസ്കാരത്തിന് ശേഷമോ. ഇത് പാവപ്പെട്ടവർക്ക് വരാനും പോകാനും സൗകര്യപ്രദമാകും. രണ്ടാമതായി പർദ, ഹിജാബ്. സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലരുന്ന സദ്യകൾ ഇസ്ലാമികമല്ല. ഇന്ന് പല കല്യാണങ്ങളിലും മിക്സഡ് പാർട്ടിയാണ് നടക്കുന്നത്. അവിടെ പാവപ്പെട്ട സ്ത്രീകൾ വരാൻ മടിക്കും. കാരണം അവർക്ക് അത്തരം സാഹചര്യങ്ങളിൽ പരിചയമില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. അത് നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ സുരക്ഷയാണ്. അവിടെ പാവപ്പെട്ട സ്ത്രീകൾക്കും സ്വതന്ത്രമായി ഭക്ഷണം കഴിക്കാം, സംസാരിക്കാം. മൂന്നാമതായി സംഗീതം, മ്യൂസിക്. ഇന്നത്തെ സദ്യകളിൽ DJ, ഗാനമേള എന്നിവ സർവ്വസാധാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 ശബ്ദങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും ശപിക്കപ്പെട്ടതാണ്. 1 അനുഗ്രഹസമയത്തെ വാദ്യോപകരണ ശബ്ദം, 2 ആപത്ത് സമയത്തെ നിലവിളി. സദ്യ എന്നത് അല്ലാഹുവിനോടുള്ള നന്ദി പ്രകടനമാണ്. അവിടെ പിശാചിന്റെ സംഗീതം പാടില്ല. പകരം മനോഹരമായ ഖുർആൻ പാരായണമോ അല്ലെങ്കിൽ നല്ല മദ്ഹ് ഗാനങ്ങളോ ഇസ്ലാമിക ഗാനങ്ങളോ വയ്ക്കാം. ഇത് മനസ്സിന് സമാധാനം നൽകും. പാവപ്പെട്ടവർക്കത് കേൾക്കുമ്പോൾ ആശ്വാസം തോന്നും. നാലാമതായി ഉപഹാരങ്ങൾ, ഗിഫ്റ്റ്സ്. സദ്യയ്ക്ക് വരുന്നവർ സമ്മാനങ്ങൾ കൊണ്ടുവരണമെന്ന് നിർബന്ധം പിടിക്കരുത്. ഗിഫ്റ്റ് വേണ്ട എന്ന് ക്ഷണക്കത്തിൽ എഴുതുന്നത് നല്ലൊരു കാര്യമാണ്. കാരണം പാവപ്പെട്ടവർ സദ്യയ്ക്ക് വരാതിരിക്കാൻ ഒരു പ്രധാന കാരണം കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ലല്ലോ എന്ന ചിന്തയാണ്. നിങ്ങളത് ഒഴിവാക്കിയാൽ അവർക്ക് ധൈര്യമായി വരാം. അഞ്ചാമതായി സേവനം, സർവീസ്. നമ്മൾ സദ്യകളിൽ യുവാക്കളെ ഉപയോഗിക്കുക, വോളണ്ടിയർമാർ. അവർ അതിഥികളെ സ്വീകരിക്കണം, അവർക്ക് വഴി കാണിച്ചു കൊടുക്കണം, പ്രായമുള്ളവരെ സഹായിക്കണം. പ്രത്യേകിച്ച് പാവപ്പെട്ടവർ വരുമ്പോൾ അവർക്ക് പ്രത്യേക പരിഗണന നൽകണം. കാരണം പണക്കാർക്ക് വഴി കാണിക്കാൻ ആളുണ്ടാകും, പാവങ്ങൾക്ക് ആരുമുണ്ടാകില്ല. നമ്മുടെ യുവാക്കൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഒരു കഥ പറയാം. ഒരിക്കലൊരു സഹാബി തന്റെ മകന്റെ കല്യാണത്തിന് ജനങ്ങളെ വിളിച്ചു.
ആ കൂട്ടത്തിൽ ഒരു യൂതനായ അയൽവാസിയുമുണ്ടായിരുന്നു. ആ യൂതൻ ചോദിച്ചു, ഞാൻ മുസ്ലിമല്ല, എന്നിട്ടും എന്നെ വിളിച്ചോ? സഹാബി പറഞ്ഞു, മുഹമ്മദ് നബി പഠിപ്പിച്ചത് അയൽവാസിയെ ആദരിക്കാനാണ്. താങ്കൾ എന്റെ അയൽവാസിയാണ്. ആ യൂതൻ സദ്യയ്ക്ക് വന്നു. മുസ്ലിമുകളുടെ സ്നേഹവും ബഹുമാനവും കണ്ടു. സദ്യ കഴിഞ്ഞു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്രയും നല്ല മതം ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. നോക്കൂ, ഒരു സദ്യ കൊണ്ടൊരു മനുഷ്യന്റെ ജീവിതം മാറി. അവന് സ്വർഗം കിട്ടി. നമ്മുടെ സദ്യകളും അങ്ങനെയാകണം. ദഅവത്തിന്റെ, പ്രബോധനത്തിന്റെ വേദിയാകണം. പാവപ്പെട്ടവനെ ചേർത്തുപിടിക്കുമ്പോൾ മറ്റുള്ളവർ കാണും, ഇതാണ് ഇസ്ലാം എന്നവർ മനസ്സിലാക്കും. നമ്മൾ പ്രസംഗിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിച്ചു കാണിക്കണം. ദരിദ്രരെ തഴയുന്ന സദ്യ മോശമാണ് എന്ന ഹദീസ് വെറുതെ വായിച്ചാൽ പോരാ, അത് ജീവിതത്തിൽ നടപ്പിലാക്കണം. നിങ്ങളുടെ അടുത്ത സദ്യ ആ ഹദീസിന് വിപരീതമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സഹോദരങ്ങളെ, അവസരങ്ങൾ കാത്തുനിൽക്കരുത്. എനിക്ക് പണമുണ്ടാകുമ്പോൾ ചെയ്യാം എന്ന് കരുതരുത്. ഉള്ളതുകൊണ്ട് ഓണം പോലെ നന്നായി ചെയ്യുക. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നതും സദ്യയാണ്, അതിൽ സ്നേഹമുണ്ടെങ്കിൽ. ഒരു കാരക്കയുടെ പകുതി കൊടുക്കുന്നതും സദ്യയാണ്, അതിൽ കാരുണ്യമുണ്ടെങ്കിൽ. അല്ലാഹു നമ്മുടെ സദ്യകളിൽ ബറക്കത്ത് ചൊരിയട്ടെ. നമ്മുടെ വീടുകളിൽ എപ്പോഴും അതിഥികളുണ്ടാകട്ടെ. ആ അതിഥികൾ കാരണം നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ഈ വിഷയത്തെ ഒന്ന് ചുരുക്കി പ്രായോഗികമായ ചില തീരുമാനങ്ങളിലേക്ക് വരാം. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കണ്ടെത്താം. 1. ക്ഷണക്കത്ത് ലിസ്റ്റ് പുനഃപരിശോധിക്കുക. ഇന്ന് തന്നെ അല്ലെങ്കിൽ അടുത്ത തവണ സദ്യ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗസ്റ്റ് ലിസ്റ്റ് എടുക്കുക. അതിലെത്ര പണക്കാരുണ്ട്, എത്ര പാവപ്പെട്ടവരുണ്ട്? പാവപ്പെട്ടവർ 10% താഴെയാണെങ്കിൽ ആ ലിസ്റ്റ് കീറിക്കളയുക. പുതിയ ലിസ്റ്റുണ്ടാക്കുക. അതിൽ 30-40% സാധാരണക്കാരും പാവപ്പെട്ടവരും ഉണ്ടാകണം. ഓർക്കുക, ആ ലിസ്റ്റാണ് അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്. 2. മഹല്ല് കമ്മിറ്റിയുടെ ഇടപെടൽ. നമ്മുടെ മഹല്ല് കമ്മിറ്റികൾക്ക് ഇക്കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയും. കല്യാണ വീടുകളിൽ ചെന്ന് ഉപദേശിക്കുക. നിങ്ങൾ സദ്യ നടത്തുമ്പോൾ മഹല്ലിലെ ഈ പാവപ്പെട്ട കുടുംബങ്ങളെ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുക. ആവശ്യമെങ്കിൽ അർഹരായവരുടെ ഒരു ലിസ്റ്റ് കമ്മിറ്റി തന്നെ നൽകുക. ഇതൊരു വലിയ സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിക്കും. 3. ഭക്ഷണ വിതരണം. സദ്യ കഴിഞ്ഞാൽ ഉടൻ തന്നെ ബാക്കി വന്ന ഭക്ഷണം വൃത്തിയായി പാക്ക് ചെയ്ത് വിതരണം ചെയ്യാനുള്ള ഫുഡ് സ്ക്വാഡ് രൂപീകരിക്കുക. ഇത് യുവാക്കളുടെ ഒരു കൂട്ടായ്മയാകാം. ഒരു തരി ഭക്ഷണം പോലും വേസ്റ്റ് ആകരുത് എന്ന് പ്രതിജ്ഞയെടുക്കുക. 4. ലളിത വിവാഹം പ്രോത്സാഹിപ്പിക്കുക. ആഡംബര വിവാഹങ്ങളിൽ പങ്കെടുക്കില്ല എന്ന് മഹല്ലിലെ പണ്ഡിതന്മാരും നേതാക്കളും തീരുമാനിച്ചാലോ? അതൊരു വലിയ സന്ദേശമാകും. പാവങ്ങളെ വിളിക്കാത്ത സദ്യയിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചാലോ? അത് വലിയൊരു വിപ്ലവമാകും. 5. കുട്ടികളെ പഠിപ്പിക്കുക. നമ്മുടെ കുട്ടികളുടെ ജന്മദിനത്തിന് വലിയ പാർട്ടി നടത്തുന്നതിന് പകരം അവരെയും കൂട്ടി ഒരു അനാഥാലയത്തിൽ പോകുക. അവർക്ക് സ്വന്തം കൈകൊണ്ട് ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവസരം നൽകുക. അപ്പോൾ അവർ പഠിക്കും, സന്തോഷമെന്നത് വാങ്ങുന്നതിലല്ല, കൊടുക്കുന്നതിലാണ്. ഈ പാഠം അവർക്ക് ജീവിതകാലം മുഴുവൻ ഗുണം ചെയ്യും. ഒരു സംഭവം കൂടി. ഒരു വലിയ ബിസിനസ്സുകാരൻ. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഡയറിയിൽ കണ്ട ഒരു കുറിപ്പ്: എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം എന്റെ ആദ്യത്തെ ശമ്പളം കൊണ്ട് ഞാൻ എന്റെ ഉമ്മയ്ക്കും തൊട്ടടുത്ത വീട്ടിലെ പട്ടിണിക്കാരായ കുട്ടികൾക്കും ഭക്ഷണം വാങ്ങിക്കൊടുത്ത ദിവസമാണ്. പിന്നീട് ഞാൻ കോടികൾ സമ്പാദിച്ചു, പക്ഷേ ആ ദിവസത്തെ സമാധാനം എനിക്ക് പിന്നെ കിട്ടിയില്ല. കണ്ടോ, പണം കൊണ്ട് കിടക്ക വാങ്ങാം, ഉറക്കം വാങ്ങാൻ കഴിയില്ല. പണം കൊണ്ട് ഭക്ഷണം വാങ്ങാം, വിശപ്പ് വാങ്ങാൻ കഴിയില്ല. പണം കൊണ്ട് സദ്യ നടത്താം, സംതൃപ്തി വാങ്ങാൻ കഴിയില്ല. സംതൃപ്തി കിട്ടണമെങ്കിൽ ആ സദ്യയിൽ ഒരു പാവപ്പെട്ടവന്റെ കണ്ണുനീർ തുടയ്ക്കണം. സഹോദരങ്ങളെ, നമ്മുടെ മതം എത്ര സുന്ദരമാണ്! അത് പള്ളിയിൽ മാത്രം ഒതുങ്ങുന്ന മതമല്ല, അത് അടുക്കളയിലേക്കും ഭക്ഷണമേശയിലേക്കും തെരുവിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന മതമാണ്. അത് വിശക്കുന്നവന്റെ മതമാണ്. അത് അനാഥന്റെ മതമാണ്. നമ്മൾ ആ മതത്തിന്റെ അനുയായികളാണ് എന്ന് അഭിമാനത്തോടെ പറയണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും അങ്ങനെയാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചുതന്ന വഴിയിലൂടെ നടക്കണം. ആ വഴി പൂക്കൾ വിരിച്ച വഴിയല്ല, അത് പാവങ്ങളുടെ കുടിലുകളിലൂടെ പോകുന്ന വഴിയാണ്. നിങ്ങളുടെ വീടിന്റെ ഗേറ്റ് എപ്പോഴും തുറന്നു കിടക്കട്ടെ. അതിലൂടെ വരുന്ന കാറ്റിൽ പാവപ്പെട്ടവന്റെ പ്രാർത്ഥനയുടെ സുഗന്ധമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊരു യാത്രയുടെ അവസാനത്തോടടുക്കുകയാണ്. ഈ 1 മണിക്കൂർ നമ്മൾ സംസാരിച്ചത് വെറുമൊരു വിഷയമല്ല, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വലിയ ആശയമാണ്. സദ്യ എന്നത് കേവലം ഭക്ഷണമല്ല, അതൊരു സംസ്കാരമാണ്, ഒരു ഇബാദത്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഒന്ന് തിരിഞ്ഞു നോക്കൂ, ഇത്രയും കാലം നമ്മൾ എത്ര സദ്യകൾ നടത്തി,
എത്ര വിവാഹങ്ങൾ, എത്ര വിരുന്നുകൾ. അതിലൊക്കെ നമ്മൾ ആരെയൊക്കെ വിളിച്ചു, ആരെയൊക്കെ ഒഴിവാക്കി. ഒരുപക്ഷെ നമ്മൾ അറിയാതെ ചെയ്ത തെറ്റുകളുണ്ടാകാം. അല്ലാഹു അത് പുറത്തു തരട്ടെ. പക്ഷെ ഇനിയൊരു സദ്യ നമ്മുടെ വീട്ടിൽ നടക്കുമ്പോൾ അത് വ്യത്യസ്തമായിരിക്കണം. ആ സദ്യയുടെ മണം സ്വർഗത്തോളം എത്തണം. ആ സദ്യയുടെ വെളിച്ചം പാവപ്പെട്ടവന്റെ ഇരുട്ടുമുറിയിലെത്തണം. നമ്മൾ സംസാരിച്ച ഹദീസ് ഒരിക്കൽ കൂടി ഓർക്കുക. ഷർറു ത്വആമുൽ വലീമ. ഏറ്റവും മോശപ്പെട്ട ഭക്ഷണം വലീമയിലെ ഭക്ഷണമാണ്. ഈ വാക്ക് നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കണം. ഓരോ തവണ ക്ഷണക്കത്തെഴുതുമ്പോഴും ഓരോ തവണ മെനു തീരുമാനിക്കുമ്പോഴും ഈ ഹദീസ് നമ്മളെ ഓർമ്മിപ്പിക്കണം. നമുക്കൊരു പ്രതിജ്ഞയെടുക്കാം. ഇന്നു മുതൽ എന്റെ സന്തോഷങ്ങളിൽ ഞാൻ പാവപ്പെട്ടവരെ പങ്കാളികളാക്കും. എന്റെ വീട്ടിലൊരു നല്ല ഭക്ഷണമുണ്ടാക്കിയാൽ അതിന്റെ ഒരു പങ്ക് എന്റെ അയൽവാസിക്ക് കൊടുക്കും. എന്റെ സദ്യയിൽ പണക്കാരന്റെ കൂടെ പാവപ്പെട്ടവനും ഒരേ കസേരയിലിരിക്കും. ഇതൊരു ചെറിയ തീരുമാനമല്ല, ഇതൊരു ജിഹാദാണ്. സ്വന്തം നഫ്സിനോടുള്ള, മനസ്സിനോടുള്ള ജിഹാദ്. സമൂഹത്തിന്റെ തെറ്റായ രീതികളോടുള്ള ജിഹാദ്. നിങ്ങളിത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആളുകൾ കളിയാക്കിയേക്കാം. അവന് പിശുക്കാണ് എന്ന് പറഞ്ഞേക്കാം, അവന് സ്റ്റാറ്റസ് ഇല്ല എന്ന് പറഞ്ഞേക്കാം. സാരമില്ല, അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഹൈ ക്ലാസ് സ്റ്റാറ്റസ് ഉണ്ട് എന്നോർത്താൽ മതി. നമ്മുടെ നബിക്കു വേണ്ടി നമുക്കെന്തു ചെയ്യാൻ കഴിയും? അവിടുന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പാവങ്ങളെ ഊട്ടുക എന്നത് നമുക്ക് ചെയ്യാം. അവിടുന്ന് പഠിപ്പിച്ച പാഠം വിവേചനം പാടില്ല എന്നത് നമുക്ക് നടപ്പിലാക്കാം. ഇന്ന് രാത്രി നിങ്ങൾ കിടക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ എനിക്ക് കഴിയുമോ? അത് വലിയ സദ്യയാകണമെന്നില്ല. ഒരു ചായ, ഒരു ബിസ്ക്കറ്റ്. അത് കൊടുക്കുമ്പോൾ ആ മുഖത്തുണ്ടാകുന്ന ചിരി, അതാണ് ജീവിതത്തിന്റെ അർത്ഥം. സഹോദരങ്ങളെ, ഈ ലോകമൊരു സത്രമാണ്. നമ്മളെല്ലാവരും യാത്രക്കാരാണ്. ഇവിടെ നമ്മൾ ഒരുക്കുന്ന സദ്യകൾ നാളത്തെ യാത്രയ്ക്കുള്ള പാഥേയമാണ്. നല്ലത് കൊടുത്താൽ നല്ലത് കിട്ടും. മോശമാണ് കൊടുത്തതെങ്കിൽ ഒന്നും കിട്ടില്ല. അല്ലാഹു നമ്മെ എല്ലാവരെയും ഖൈറുത്വആം നൽകുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ വീടുകളിൽ ബറക്കത്ത് നിറയ്ക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ കാരുണ്യം നിറയ്ക്കട്ടെ. നമ്മുടെ സദ്യകൾ സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയാക്കി മാറ്റട്ടെ. ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ.